ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേദമപേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമായ സേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം
അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവതജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഭാഗവതജ്ഞാനഗംഗ 64-ാം അധ്യായത്തിലാണ് നമ്മൾ. നൃഗമോക്ഷം എന്ന കഥയാണ് ഇന്നലെ തുടങ്ങി വെച്ചു. 15 ശ്ലോകങ്ങൾ കണ്ടു. ബാക്കി തുടരണം. ഇപ്പോൾ ഭഗവാന്റെ ഗൃഹസ്ഥധർമാചരണം, അതിനോടനുബന്ധിച്ച് തൻ്റെ മക്കളെ ഭഗവാൻ സനാതനധർമ്മത്തിലെ കാര്യങ്ങൾ നേരിട്ട് അഭ്യസിപ്പിക്കുന്ന, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു കഥയാണ് ഈ നൃഗമോക്ഷം കഥ. ധർമ്മം ചര ശ്രദ്ധയാ ദേയം അശ്രദ്ധയാ അദേയം ശ്രിയാദേയം ഹ്രിയാദേയം ധിയാദേയം സംവിദാദേയം. ഇങ്ങനെയുള്ള ഉപദേശങ്ങളും അതുപോലെ ബ്രഹ്മസ്വാപഹാരത്തിൻ്റെ പാപങ്ങളും ബ്രാഹ്മണരെ ബഹുമാനിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും അതെല്ലാമാണ് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. എത്രയോ പുണ്യങ്ങൾ ചെയ്ത, ധാരാളം ദാനങ്ങൾ ചെയ്ത ഒരാളായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് സ്വാർത്ഥമായിട്ടുള്ള കർമ്മമായതുകൊണ്ട്, അതിൻ്റെ ഫലം തനിക്ക് കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയതായിട്ടുള്ള കർമ്മമായതുകൊണ്ട് അതിൽ തെറ്റുപറ്റുമ്പോൾ അതെത്ര ഗുരുതരമാണ്. അതുകൊണ്ട് നിഷ്കാമകർമ്മമാണ് നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്നുകൂടിയുള്ള സൂചന കൂടിയാണ്. സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത് എന്ന് ഗീതയിൽ ഭഗവാൻ കർമ്മയോഗത്തെക്കുറിച്ച് സൂചിപ്പിക്കും. സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. അസ്യ ധർമ്മസ്യ സ്വൽപ്പമഭി. ഏത് ധർമ്മത്തിൻ്റെ? കർമ്മയോഗം എന്ന ധർമ്മത്തിൻ്റെ. ഭഗവാൻ സാഖ്യയോഗം എന്ന 2-ാം അധ്യായത്തിൽ സാഖ്യം അഥവാ ജ്ഞാനം ഉപദേശിച്ചു കഴിഞ്ഞിട്ടാണ് കർമ്മയോഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഏഷാതേ അഭിഹിതാ സാഖ്യേ ബുദ്ധിർ യോഗേ ത്വിമാം ശൃണു. യയാ ബുദ്ധ്യാ കർമ്മബന്ധം പ്രഹാസ്യസി. ഏതൊരു ബുദ്ധി സ്വീകരിച്ചാൽ, എന്നുവെച്ചാൽ കർമ്മയോഗം സ്വീകരിച്ചാൽ കർമ്മബന്ധം പ്രഹാസ്യസി, കർമ്മബന്ധത്തെ നിനക്ക് പ്രകർഷേണ നശിപ്പിക്കാം. അതല്ലാതെ സുഖ വിഷയങ്ങൾക്ക് വേണ്ടി സകാമമായിട്ട് കർമ്മം ചെയ്യുമ്പോൾ ബുദ്ധിക്ക് ഒരു നിശ്ചയം വരികയില്ല. അത് മേച്ചിൽപ്പുറങ്ങൾ തേടി അലഞ്ഞുകൊണ്ടേയിരിക്കും. വ്യവസായാത്മികാ ബുദ്ധി സമാധൗ ന വിധീയത്തെ. അതുകൊണ്ട് കർമ്മയോഗം അനുഷ്ഠിക്കാനാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. കർമ്മണ്യേവ അധികാരസ്തേ മാ ഫലേഷു കഥാചന. ഫലത്തിൽ ആസക്തി കൂടാതെ നിന്റെ കർമ്മയോഗം, നിന്റെ കർമ്മത്തെ നീ അനുഷ്ഠിക്കുക. കർമ്മയോഗമായി, ധർമ്മമായി അനുഷ്ഠിക്കുക. പിന്നീട് അതിനെ തന്നെയാണ് 3-ാം അധ്യായത്തിൽ കർമ്മയോഗം എന്ന പേരിൽ വിശദീകരിച്ചത്.
അപ്പോൾ സകാമമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ പറ്റിയാൽ അതുകൊണ്ട് ഒരുപാട് നമ്മൾ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. നേരെ മറിച്ച് അതേ കർമ്മം നിഷ്കാമമായിട്ട് ഭഗവാന് സമർപ്പിക്കുകയാണെങ്കിൽ അതുകൊണ്ടൊരു ദോഷവുമില്ല എന്ന് മാത്രമല്ല ഗുണമുണ്ട് താനും. അതാണ് സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത് എന്ന് പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ അധ്യായത്തിലൂടെ ഭഗവാൻ തൻ്റെ മക്കൾക്ക്, യാദവ കുലത്തിന്, ഇത് കേൾക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരികയാണ്, ഉപദേശിക്കുകയാണ്. അപ്പം നമുക്കത് ആദ്യത്തെ 15 ശ്ലോകം നല്ല കണ്ടു, മുഴുവൻ വായിച്ചിട്ട് നമുക്ക് അതിലേക്ക് വരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ചതുഷ്ഷഷ്ടിതമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഏകതോപവനം രാജൻ ജഗ്മുരു യദുകുമാരകാഃ വിഹർത്തും സാംബ പ്രദ്യുമ്ന ചാരുഭാനുഗതാദയഃ ക്രീഡിത്വാ സുചിരം തത്ര വിചിന്വന്തഃ പിപാസിതാഃ ജലം നിരുദഗേ കൂപേ ദദൃശുഃ സത്വമദ്ഭുതം കൃകലാസം ഗിരിനിഭം വീക്ഷ്യ വിസ്മിതമാനസാഃ തസ്യ ചോദ്ധരണേ യത്നം ചക്രുഹുത്തെ കൃപയാന്വിതാഃ ചർമ്മജൈസ്താണ്ഡവൈഃ പാശൈർബദ്ധ്വാ പതിതമർഭകാഃ നാശക്നുവൻ സമുദ്ധർത്തും കൃഷ്ണായാചക്യുരുത്സുകാഃ തത്രാഗത്യാരവിന്ദാക്ഷോ ഭഗവാൻ വിശ്വഭാവനഃ വീക്ഷ്യോജ്ജഹാരവാമേന തം കരേണ സലീലയാ സൗത്തമശ്ലോകകരാഭിമൃഷ്ടോ വിഹായ സദ്യ കൃകലാസരൂപം സന്തപ്തചാമീകരചാരുവർണ്ണഃ സ്വർഗ്യദ്ഭുതാലങ്കരണാംബരസ്രക് പപ്രച്ഛ വിദ്വാനഭിതന്നിദാനം ജനേഷു വിഖ്യാപയിതും മുകുന്ദഃ കസ്ത്വം മഹാഭാഗവരണ്യരൂപോ ദേവോത്തമം ത്വാം ഗണയാമി നൂനം ദശാമി മാം വാ കഥമേന കർമ്മണ സംപ്രാപിതോസ്യതദർഹ സുഭദ്ര ആത്മാനമാഖ്യാഹി വിവിൽസദാംനോ യന്മന്യസേ നഃ ക്ഷമമത്ര വക്തും. ശ്രീശുക ഉവാച. ഇതി സ്മ രാജാ സംപൃഷ്ടഃ കൃഷ്ണേനാനന്ദമൂർത്തിനാ മാധവം പ്രണിപത്യാഹ കിരീടേനാർക്കവർച്ചസാ. നൃഗ ഉവാച. നൃഗോ നാമ നരേന്ദ്രോഹം ഇക്ഷ്വാകുതനയഃ പ്രഭോ ദാനിഷ്വാഖ്യായമാനേഷു യതി തേ കർണമസ്പൃശം കിം नु ते അവിദിതം നാഥ സർവഭൂതാത്മസാക്ഷിണഃ കാലേനാവ്യാഹതദൃശോ വക്ഷ്യേധാപിതവാജ്ഞയാ യാവത്യഹസ്സി കഥാ ഭൂമേഃ യാവത്യോ ദിവിതാരകാഃ യാവത്യോ വർഷധാരാശ്ച താവതീഃ അദദാം സ്മഗാഃ പയസ്വിനീ തരുണീ ശീലരൂപഗുണോപപന്നാ കപിലാ ഹേമശൃംഗീഃ ന്യായാർജിതാരൂപ്യഗുരാ സവത്സാഃ ദുകൂലമാലാഭരണാ ദദാവഹം സ്വലംകൃതേഭ്യോ ഗുണശീലവദ്ഭ്യഃ സ്വീതകുടുംബേഭ്യർധവ്രതേഭ്യഃ തപസ്രുതബ്രഹ്മവദാന്യസദ്ഭ്യഃ പ്രാദാം യുവഭ്യോ ദ്വിജപുംഗവേഭ്യഃ ഗോഭൂഹിരണ്യായതനാശ്വഹസ്തിനഃ കന്യാ സദാസീഃ തിലരൂപ്യശയ്യാഃ വാസാംസി രത്നാനി പരിച്ഛദാൻ രഥാൻ ഇഷ്ടം ച യജ്ഞൈശ്ചരിതം ച പൂർത്തം കസ്യചിദ്വിജമുഖ്യസ്യ ഭ്രഷ്ടാ ഗൗർമമ ഗോധനെ സംപൃക്താ വിദുഷായാ സാ ച മയാ ദത്താ ദ്വിജാതയേ താം നീയമാനാം തൽസ്വാമി ദൃഷ്ടോവാച മമേദിതം മമേതി പ്രതിഗ്രാഹ്യാഃ നൃഗോ മേ ദത്തവാനിതി വിപ്രൗ വിവദമാനൗ മാം ഊചതു സ്വാർത്ഥസാധകൗ ഭവാൻ ദാദാപഹർത്തേതി തച്ഛ്രുത്വാ മേ അഭവത് ഭ്രമഃ
അനുനീതൗ ഉഭൗ വിപ്രൗ ധർമ്മകൃത്സ്രഗതേന വൈ ഗവാം ലക്ഷം പ്രകൃഷ്ടാനാം ദാസ്യാമി ഏഷാ പ്രദീയതാം ഭവന്തൗ അനുഗൃഹീതാം കിങ്കരസ്യാവിജാനതഃ സമുദ്ധരത മാം കൃത്സ്രാത് പതന്തം നിരയേ അശുചൗ നാഹം പ്രതീക്ഷേ വൈരാജൻ ഇത്യുക്ത്വാ സ്വാമി അപാക്രമത് നാന്യഗവാമപി അയുധം ഇച്ഛാമീതി അപരോയയൗ ഏതസ്മിന്നന്തരേ യാമ്യൈഃ ദൂതൈർനീതോയമക്ഷയം യമേന പൃഷ്ടസ്തത്രാഹം ദേവദേവ ജഗത്പതേ പൂർവം ത്വമശുഭം പുംക്ഷേ ഉതാഹോ നൃപതേ ശുഭം നാന്തം ദാനസ്യ ധർമ്മസ്യ പശ്യേ ലോകസ്യ ഭാസ്വതഃ പൂർവം ദേവാശുഭം പുഞ്ചേ ഇതി പ്രാഹ പതേതി സഹ താവദ്രാക്ഷമാത്മാനം കൃകലാ സമ്പതൻ പ്രഭോ ബ്രഹ്മണ്യസ്യ വദാന്യസ്യ തവ ദാസസ്യ കേശവ സ്മൃതിർനാദ്യാപി വിദ്വസ്താ ഭവൽ സന്ദർശനാർത്തിനഃ സത്വം കഥം മമ വിഭോക്ഷിപദ പരാത്മാ യോഗേശ്വരൈ ശ്രുതിദൃശാ അമലഹൃദ്വിഭാവ്യഃ സാക്ഷാദോക്ഷജ ഉരുവ്യസനാന്തബുദ്ധേഃ സ്യാന്മേനുദൃശ്യ ഇഹ യസ്യ ഭവാപവർഗഃ ദേവദേവ ജഗന്നാഥ ഗോവിന്ദ പുരുഷോത്തമ നാരായണ ഹൃഷീകേശ പുണ്യശ്ലോകാച്യുതാവ്യയാം അനുജാനീഹി മാം കൃഷ്ണ യാന്തം ദേവഗതിം പ്രഭോ യത്ര ക്വാപി സതശ്ചേതോ ഭൂയാൻ മേ ത്വൽപദാസ്പദം നമസ്തേ സർവഭാവായ ബ്രഹ്മണേ അനന്തശക്തയേ കൃഷ്ണായ വാസുദേവായ യോഗാനാം പതയേ നമഃ ഇത്യുക്ത്വാ തം പരിക്രമ്യ പാദൗ സ്പൃഷ്ട്വാ സ്വമൗലിനാ അനുജ്ഞാതോ വിമാനാഗ്ര്യം ആരുഹത് പശ്യതാം നൃണാം കൃഷ്ണഃ പരിജനം പ്രാഹ ഭഗവാൻ ദേവകീസുതഃ ബ്രഹ്മണ്യദേവോ ധർമാത്മാ രാജന്യാൻ അനുശിക്ഷയൻ ദുർജരം ബദ ബ്രഹ്മസ്വം ഭുക്തമഗ്നേർമനാഗവി തേജീയസോഭി കിമുദ രാജ്ഞാം ഈശ്വരമാനിനാം നാഹം ഹാലാഹലം മന്യേ വിഷം യസ്യ പ്രതിക്രിയാ ബ്രഹ്മസ്വം ഹി വിഷം പ്രോക്തം നാസ്യ പ്രതിവിധിർഭുവി ഹിനസ്തി വിഷമത്താരം വന്നിരദ്ഭിഃ പ്രശാമ്യതി കുലം സമൂലം ദഹതി ബ്രഹ്മസ്വാരണിപാവകഃ ബ്രഹ്മസ്വം ദുരനുജ്ഞാതം ഭുക്തം ഹന്തി ത്രിപൂരുഷം പ്രസഹ്യതു ബലാത് ഭുക്തം ദശപൂർവാൻ ദശാപരാൻ രാജാനോ രാജലക്ഷ്മ്യാന്താഃ നാത്മപാദം വിചക്ഷത്തെ നിരയം യേഭിമന്യന്തെ ബ്രഹ്മസ്വം സാധുബാലിശാഃ ഗൃഹന്തി യാവതഃ പാംസോൻ ക്രന്ദതാം അശ്രുബിന്ദവഃ വിപ്രാണാം ഹൃതവൃത്തീനാം വധാന്യാനാം കുടുംബിനാം രാജാനോ രാജകുല്യാശ്ച താവദോബ്ദാൻ നിരങ്കുശാഃ കുംഭീഭാഗേഷു പച്യന്തെ ബ്രഹ്മദായാപഹാരിണഃ സ്വദത്താം പരദത്താം വാ ബ്രഹ്മവൃത്തിം ഹരേക്ഷയഃ ഷഷ്ടിവർഷസഹസ്രാണി വിഷ്ഠായാം ജായതേ ക്രമിഃ ന മേ ബ്രഹ്മധനം ഭൂയാത് യദ്ഗൃദ്ധാൽപായുഷോ നരാഃ പരാജിതാശ്ച്യുതാ രാജ്യാത് ഭവന്ത്യുദ്വേജിനോ ഹയഃ വിപ്രം കൃതാഗസമപി നൈവ ദൃഹ്യത മാമകാഃ ഗ്രന്ഥം ബഹുശപന്തം വാ നമസ്കുരുത നിത്യശഃ യദാഹം പ്രണമേ വിപ്രാൻ അനുകാലം സമാഹിതഃ തദാ നമത യൂയം ച യോന്യദാ മേ സദണ്ഡഭാക് ബ്രാഹ്മണാർത്തോ ഹ്യപഹൃദോ ഹർത്താരം പാതയത്യതഃ അജാനന്ദമഭിഹ്യേനം നൃഗം ബ്രാഹ്മണഗൗരിവ ഏവം വിശ്രാവ്യ ഭഗവാൻ മുകുന്ദോ ദ്വാരകൗകസഃ പാവനഃ സർവലോകാനാം വിവേശ നിജമന്ദിരം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം
ദശമസ്കന്ധേ ഉത്തരാർദ്ധേ നൃഗോപാഖ്യാനം നാമ ചതുഷ്ഷഷ്ടിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. മൃഗമോക്ഷം കഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ ഭഗവാന്റെ പുത്രന്മാർ സാംബ, പ്രദ്യുമ്ന, ചാരുബാനു, ഗദാദയ. അപ്പോൾ ഭഗവാന്റെ പുത്രന്മാർ കൗമാരപ്രായത്തിലിരിക്കുമ്പോൾ പ്രദ്യുമ്നൻ മാത്രം വിവാഹം കഴിഞ്ഞിട്ടുണ്ടാവും. ബാക്കി ആരും വിവാഹിതരല്ല, കൗമാരത്തിലാണ്. പ്രദ്യുമ്നൻ ദ്വാരകയിലേക്ക് തിരിച്ചു വരുന്നത് മായാവതിയുമായിട്ടാണെന്നുള്ള കഥ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാഹിച്ചിട്ട് വെള്ളം തിരഞ്ഞു നടന്നപ്പോൾ അവർ ഒരു വെള്ളമില്ലാത്ത കൂപം കണ്ടു, ഒരു കിണർ. അതിലേക്ക് അവർ നല്ലോണം നോക്കിയപ്പോൾ ഒരു അത്ഭുതമായ സത്വത്തെ കണ്ടു, ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ജീവി. എന്താണത് നോക്കിയപ്പോൾ കൃകലാസം, ഗിരിനിഭം, പർവ്വതം പോലെ വലിയ ശരീരമുള്ളതായിട്ടുള്ള ഒരു ഓന്തായിരുന്നു അത്. കൃകലാസം എന്ന് പറഞ്ഞാൽ ഓന്ത്. അത് കണ്ടുവർ അത്ഭുതപ്പെട്ടു. അതിനെ ഉദ്ധരിക്കാനായിക്കൊണ്ട് അവർ കാരുണ്യത്തോടെ പ്രയത്നം ചെയ്തു. ചർമ്മം കൊണ്ടുള്ള കയറുകൾ, പാശങ്ങൾ, തന്തുക്കൾ കൊണ്ടുള്ള പാശങ്ങൾ, ഇതൊക്കെ കൊണ്ട് അതിനെ ബന്ധിച്ചിട്ട് എല്ലാവരും കൂടി ഉദ്യമം ചെയ്തു കയറ്റാനായിക്കൊണ്ട്. പക്ഷേ അശക്നുവൻ സമുദ്ധർത്തും, സമുദ്ധരിക്കുവാൻ അവർ ശക്തരായില്ല. അപ്പോഴേക്കും ആരോ ചെന്ന് അച്ഛനായ കൃഷ്ണനോട് ചെന്ന് കാര്യം ആചക്യുഹു, ആഖ്യാനം ചെയ്തു. ഉത്സുകാഹ, താല്പര്യത്തോടെ, ഉത്സാഹത്തോടെ. ഭഗവാൻ വിശ്വഭാവന, ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്ന ഭഗവാൻ തത്ര ആഗത്യ വീക്ഷ്യ, അവിടെ വന്ന് ഇത് കണ്ടിട്ട് വാമേന കരേണ തം ഉജ്ജഹാര, ഇടത്തെ കൈകൊണ്ട് വളരെ ലാഘവത്തോടെ, ലീലയാ, കളിയായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു യത്നവും കൂടാതെ തൻ്റെ ഇടത്തെ കൈകൊണ്ട് കൃകലാസത്തെ, പർവ്വത സമാനമായിട്ടുള്ള വലിയ ഓന്തിനെ പിടിച്ചു പൊക്കിയെടുത്ത് കരയ്ക്ക് വെച്ചു. അപ്പം എന്തുകൊണ്ട് ഭഗവാന് അതിനെ ചുമക്കാൻ പറ്റിയെന്നാണെങ്കിൽ ബ്രഹ്മണ്യദേവനായതുകൊണ്ട് ആ ഭഗവാന്റെ സ്പർശമേറ്റതും ആ കൃകലാസത്തിൻ്റെ പാപം മുഴുവൻ പോയി. ബ്രാഹ്മണ ശാപം കൊണ്ട്, ബ്രഹ്മസ്വ അപഹാരം കൊണ്ടുണ്ടായിട്ടുള്ള ശാപം കൊണ്ടാണ് ആ കൃകലാസം അങ്ങനെ കിടന്നത്. അപ്പോൾ ആ ശാപങ്ങൾ മുഴുവൻ പോയതോടുകൂടിയിട്ട് ഭാരം കുറഞ്ഞു. ഭഗവാൻ ലാഘവത്തോടെ എടുത്തു വച്ചു. ഭഗവാന്റെ കരസ്പർശമേറ്റതും അത് കൃകലാസരൂപം ഉടനെ വെടിഞ്ഞ് ജ്വലിക്കുന്നതായിട്ടുള്ള സ്വർണം പോലെയുള്ള വർണ്ണത്തോടുകൂടിയും ഒരു ദേവനെ പോലെ സ്വർഗീ അദ്ഭുത അലങ്കരണ അംബരസ്രക്ക്, അത്ഭുതമായ അലങ്കാരങ്ങളും വസ്ത്രങ്ങളും മാലയുമെല്ലാം ധരിച്ചുകൊണ്ട് പ്രകടമായി, ഒരു ദേവനായിട്ട് പ്രകടമായി. അപ്പോൾ ഭഗവാൻ അതിൻ്റെ കാരണമെല്ലാം അറിയുന്നവനാണെങ്കിലും തന്നിദാനം വിദ്വാനഭി, അതിൻ്റെ നിദാനം അഥവാ കാരണം എന്താണെന്ന് അറിയുമെങ്കിലും അറിയാത്തവനെ പോലെ മുകുന്ദ, മോക്ഷദാതാവായ ഭഗവാൻ എന്തിന് ജനേഷു വിഖ്യാപയിതും, മറ്റുള്ളവർക്കെല്ലാം അതിനെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പപ്രച്ച, അവനോട് പ്രശ്നം ചെയ്തു. ആ സ്വർഗീയെ പോലെ ഇരിക്കുന്ന ആളോട്
കസ്ത്വം മഹാഭാഗ, ഹേ പുണ്യാത്മാവേ, നീ ആരാണ്? വരണ്യരൂപ, ഇപ്പം നിന്റെ രൂപം വളരെ ശ്രേഷ്ഠമായിട്ടുണ്ടല്ലോ. ദേവോത്തമം ത്വാം ഗണയാമി നൂനം, നിന്നെ ഞാൻ ഉത്തമനായൊരു ദേവനാണെന്ന് കരുതുന്നു. ഈ ഒരു ദശയെ എന്ത് കർമ്മം കൊണ്ടാണ് നീ പ്രാപിച്ചത്? ദശാമിമാം വാ കഥമേന കർമ്മണ സംപ്രാപിതോ അസി, നീ എന്തുകൊണ്ട് ഇതിനെ പ്രാപിച്ചു? നിന്നെ കാണുമ്പോൾ സുഭദ്ര, നല്ല മംഗളമുള്ള സ്വഭാവമുള്ളവനായിട്ട് പുണ്യാത്മാവായിട്ട് തോന്നുന്നു. അതർഹ, നീ ഇത് അർഹിക്കാത്തവനാണെന്ന് തോന്നുന്നുവല്ലോ. എന്നിട്ടും നിനക്ക് ഈ ഗതി എങ്ങനെ വന്നു? നീ ആരാണെന്ന് പറയൂ, ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്. ഇനി ഞങ്ങൾ പറയാൻ യോഗ്യമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ വക്തും ക്ഷമം യതി മന്യസേ, പറയാൻ യോഗ്യമായിട്ടുള്ളതാണെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ കേൾക്കാൻ യോഗ്യമായിട്ടുള്ളതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, വിവത്സതാംനോ ആത്മാനമാക്യാഹി, അറിയാൻ ആഗ്രഹമുള്ള ഞങ്ങൾക്ക് അങ്ങയെക്കുറിച്ച് പറഞ്ഞു തരൂ. ഇത് കേട്ട കൃഷ്ണനാൽ ചോദ്യം ചെയ്യപ്പെട്ടവനായിട്ടുള്ള ആ ദേവതുല്യനായിട്ടുള്ള ആള് കിരീടേന അർഘവർച്ചസ പ്രണിപത്യ മാധവമാഹ, സൂര്യ തേജസ്സോടെ ജ്വലിക്കുന്ന കിരീടം കൊണ്ട് ഭഗവാനെ നമസ്കരിച്ച് ഭഗവാനോട് പറയുകയാണ്, നൃഗോ നാമ നരേന്ദ്രോഹം ഇക്ഷ്വാകു തനയ പ്രഭോ, ഇക്ഷ്വാകു വംശത്തിൽ ഇക്ഷ്വാകുവിന്റെ പുത്രനായ നൃഗനാണ് ഞാൻ, രാജാവാകുന്നു. എന്നെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ആഖ്യായമാനേഷു ദാനിഷു തേ കർണം അസ്പൃശ്യം യതി, വലിയ പേര് കേട്ട ദാനികളുടെ ഇടയിൽ, വിരലിൽ എണ്ണാവുന്ന ദാനികളുടെ ഇടയിൽ എന്റെ പേര് അങ്ങയുടെ ചെവിയിൽ എത്തിയിട്ടില്ലേ? അങ്ങയുടെ ചെവിയെ സ്പർശിച്ചിട്ടില്ലേ? അങ്ങക്ക് അറിയാത്തതായിട്ടോ ഒന്നുമില്ല. അങ്ങ് എല്ലാറ്റിനും സാക്ഷിയാണ്. അങ്ങേക്ക് കാലത്താലുള്ള മറവുകളൊന്നും ബാധകമല്ല. എങ്കിലും അങ്ങ് ചോദിച്ചത് കൊണ്ട് ഞാൻ ഉള്ളത് പറയാം. ഈ ഭൂമിയിൽ എത്ര മണൽത്തരികളുണ്ടോ, ഈ ആകാശത്ത് എത്ര താരകങ്ങൾ നക്ഷത്രങ്ങളുണ്ടോ, മഴ പെയ്യുമ്പോൾ എത്ര ജലധാര പെയ്യുമോ, അത്രയും പശുക്കളെ ഞാൻ ദാനം ചെയ്തു. എങ്ങനെയുള്ള പശുക്കൾ? ഒട്ടും മോശമില്ലാത്ത നല്ല ഉത്തമ പശുക്കളെയാണ് ഞാൻ ദാനം ചെയ്തത്. നല്ല പയസ്വിനികൾ, അഥവാ ധാരാളം പാലുള്ളവ. തരുണീഹി, ആദ്യത്തെ പ്രസവം, കടിഞ്ഞൂൽ പ്രസവം ആയിട്ടുള്ളത്. ശീലരൂപ ഗുണോപപന്ന, നല്ല ശീലവും ഗുണവും കൊണ്ട് ചേർന്നിരിക്കുന്നതായിട്ടുള്ള ഉത്തമ പശുക്കൾ. കപിലവർണ്ണത്തിലുള്ളത്, സ്വർണം കൊണ്ട് ശൃംഗം കെട്ടിയിട്ട്, എന്നുവെച്ചാൽ സ്വർണം കൊണ്ട് കൊമ്പ് കെട്ടിയിട്ടും, രൂപ്യഖുര, വെള്ളി കൊണ്ട് കുളമ്പ് കെട്ടിയിട്ട്, ന്യായാർജിത, ഞാൻ ന്യായത്താൽ ആർജിച്ചതാണ്, ആരുടെയും മുതൽ അപഹരിച്ചെടുത്തതല്ല. സവത്സ, കുട്ടികളോട് കൂടിയിട്ടാണ് ഞാൻ കൊടുത്തത്. അതും പട്ടുവസ്ത്രങ്ങളും മാലകളും ആഭരണങ്ങളും എല്ലാം ആ പശുവിനെ ചാർത്തി ദദൗ അഹം, ഞാൻ ദ്രവ്യങ്ങളാണ്, അഥവാ ഉത്തമ വസ്തുവിനെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി കൊടുത്തവരും ഉത്തമന്മാർ തന്നെ, പാത്രങ്ങളും ശ്രേഷ്ഠങ്ങൾ തന്നെ. നല്ലപോലെ അലങ്കരിക്കുക സംസ്കൃതരായിട്ടുള്ള ഗുണശീലവദ്യ, നല്ല ഗുണങ്ങളും ശീലവുമെല്ലാം ഉള്ളവരും, കുടുംബത്തിൽ തളർച്ച അഥവാ ദാരിദ്ര്യം, വ്രതങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നവർ, തപസ്, വേദ അധ്യയനം, വേദം ഉപദേശിക്കാനുള്ളതായിട്ടുള്ള സാമർഥ്യം എല്ലാം ഉള്ളതായിട്ടുള്ള സജ്ജനങ്ങൾക്കായിക്കൊണ്ട്, അതും ദ്വിജപുങ്കവേഭ്യ, ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർക്കായിക്കൊണ്ട്, അതും യുവാക്കളായിട്ടുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠർക്ക് ഞാൻ ധാരാളം അഹം പ്രാദാം, ഞാൻ ധാരാളമായിട്ട് ദാനം ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ പശുക്കളെ മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ ഭൂമി, സ്വർണം, വാസസ്ഥലം അഥവാ ഗൃഹം, കുതിരകൾ, ആനകൾ, കന്യകൾ, ദാസികളോടുകൂടി, എള്ള്, വെള്ളി, ശയനങ്ങൾ, വസ്ത്രങ്ങൾ, രത്നങ്ങൾ, വീട്ടുപകരണങ്ങൾ, രഥങ്ങൾ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ ഞാൻ യജ്ഞങ്ങൾ ആചരിച്ചിട്ടുണ്ട്, ദേവന്മാരെ പൂജിച്ചിട്ടുണ്ട്. ഇഷ്ടം പൂർത്തം ച ആചരിതം, പൂർത്തകർമ്മങ്ങളും ഞാൻ ധാരാളം ചെയ്തിട്ടുണ്ട്. ഇഷ്ടി എന്നാൽ യാഗയജ്ഞങ്ങൾ ദേവന്മാർക്കായിക്കൊണ്ട്. ഇഷ്ടം, പൂർത്തമെന്നാൽ സാമൂഹ്യ സേവന കർമ്മങ്ങൾ, മനുഷ്യരെ, ചുറ്റുമുള്ളതായിട്ടുള്ള ജീവജാലങ്ങളെ, പ്രകൃതിയെ
എല്ലാം സംരക്ഷിക്കുന്നതായിട്ടുള്ള, എല്ലാവർക്കും സഹായം ചെയ്യുന്ന, പോഷണം ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികളൊക്കെ ഞാൻ ധാരാളം ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ ദാനികളിൽ വെച്ച് പേരുകേട്ട ആളാണ് ഞാൻ. അങ്ങനെയുള്ള എന്നെക്കുറിച്ച് അങ്ങ് കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ പരിചയപ്പെടുത്തി. ഇനി തനിക്ക് എന്താ ഈ കൃകലാസമാവാനുള്ള കാരണം, താൻ ഈ ഓന്തിൻ്റെ രൂപം സ്വീകരിക്കാനുണ്ടായ കഥ എന്താണ്, താൻ ചെയ്ത പാപം എന്താണ്, താൻ ഇപ്പോൾ ദേവരൂപത്തിലാണ് നിൽക്കുന്നത്, സ്വർണ്ണവർണ്ണത്തിലുള്ള ശരീരത്തോടുകൂടി കിരീടാദി ആഭരണങ്ങളൊക്കെ ധരിച്ച് ഒരു ഉത്തമ പുരുഷനായിട്ട് നിൽക്കുന്നു. അപ്പോൾ തനിക്ക് എന്ത് പറ്റിയതാണ് പതനത്തിന് കാരണം, അത് ആ കഥ എടുത്തു പറയുകയാണ്. തനിക്ക് ദാനം ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു അബദ്ധം പറ്റിയത്. കസ്യചിദ്വിജമുഖ്യസ്യ ഭ്രഷ്ടാ ഗൗഃ മമ ഗോധനെ സംപൃക്താ വിദുഷാ സാ ച മയാ ദത്താ ദ്വിജാദയേ. കസ്യചിത് ദ്വിജമുഖ്യസ്യ ഭ്രഷ്ടാ ഗൗർ മമ ഗോധനെ സംപൃക്താ അവിദുഷാ സാ ച മയാ ദത്താ ദ്വിജാദയേ. അപ്പോൾ എന്താ തനിക്ക് പറ്റിയൊരു വിഷമം, ഒരു അറിവില്ലാതെ പറ്റിയ ഒരു സങ്കടം, അഥവാ തൻ്റെ അശ്രദ്ധ കൊണ്ട് പറ്റിയതായിട്ടുള്ള ഒരു വിഷമം. അതിനെയാണ് പറയുന്നത്. കസ്യചിത് ദ്വിജമുഖ്യസ്യ ഭ്രഷ്ടാ ഗൗഃ. ഏതോ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ നഷ്ടപ്പെട്ട പശു, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഭ്രംശിക്കപ്പെട്ട് നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള ഒരു പശു മമ ഗോധനെ സംപൃക്ത, എന്റെ പശുക്കളുടെ കൂട്ടത്തിൽ വന്ന് ചേർന്നു. സംപൃക്തം എന്ന് പറഞ്ഞാൽ ചേരുക. വാകർത്താവിവ സംപൃക്തൗ വാകർത്ത പ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. വാകർത്താവിവ സംപൃക്തൗ. സംപൃക്തൗ നന്നായി ചേർന്നത്. അപ്പോൾ ഇവിടെയും സംപൃക്ത. എന്ത് സംപൃക്ത? ഗൗ സംപൃക്ത. പശു വന്ന് എൻ്റെ അടുത്ത്, എൻ്റെ ഗോധനത്തിൽ വന്ന് ചേർന്നു, എൻ്റെ പശുക്കളുടെ കൂട്ടത്തിൽ വന്ന് ചേർന്നു. അപ്പോൾ മറ്റൊരു ബ്രാഹ്മണന്റെ നഷ്ടപ്പെട്ട പശു എൻ്റെ പശുക്കളുടെ കൂട്ടത്തിൽ വന്ന് ചേർന്നു. അവിദുഷാമയാ, അതിനെക്കുറിച്ച് വിദ്വാനല്ലാത്ത, അറിവില്ലാത്തവനായിട്ടുള്ള എന്നാൽ മയാ സാ ദ്വിജാതയേ ദത്ത, ആ പശുവിനെ തന്നെ മറ്റൊരു ദ്വിജാതിക്ക്, ദ്വിജാതി മറ്റൊരു ബ്രാഹ്മണന് ദത്ത ദാനം കൃത, മറ്റൊരു ബ്രാഹ്മണ സ്ത്രീക്ക് എന്നാൽ നൽകപ്പെട്ടു എന്നാണ്. സംപൃക്ത അവിദുഷാ സാച മയാ ദത്താ ദ്വിജാതയേ. താം നീയമാനാം തൽസ്വാമി ദൃഷ്ടോ വാച മമേദിതം മമേതി പ്രതിഗ്രാഹ്യാഹ നൃഗോ മേ ദത്തവാൻ ഇതി. താം നീയമാനാം തൽസ്വാമി ദൃഷ്ടോ വാച മമേദിതം മമേതി പ്രതിഗ്രാഹ്യാഹ നൃഗോ മേ ദത്തവാൻ ഇതി. നീയമാനാം താം ദൃഷ്ട്വ, അപ്പോ ആ കൊടുത്ത ബ്രാഹ്മണൻ അതിനെ നയിച്ചു കൊണ്ടുപോവുകയാണ്. തൻ്റെ ഗൃഹത്തിലേക്ക് ഈ രാജാവ് കൊടുത്ത, മൃഗരാജാവ് കൊടുത്ത പശുവിനെ ബ്രാഹ്മണൻ കൊണ്ടുപോവുകയാണ്. അങ്ങനെ അതിനെ കണ്ടിട്ട് താം ദൃഷ്ട്വ തം തൽ സ്വാമി മമ ഇതി ഉവാച. തം തം എന്ന് പറഞ്ഞാൽ ആ കൊണ്ടുപോകുന്നവനോട്, ബ്രാഹ്മണനോട്, തൽ സ്വാമി, തൽ സ്വാമി എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ, ആദ്യത്തെ ഉടമസ്ഥൻ ബ്രാഹ്മണൻ, മമ ഇതി, ഇതെന്റേതാണ്, ഈ പശു എന്റേതാണ് എന്ന് ഉവാച പറഞ്ഞു. പ്രതിഗ്രാഹി എന്നാൽ എന്നിൽ നിന്ന് പ്രതിഗ്രഹിച്ചു കൊണ്ടുപോകുന്നവൻ, ദാനം സ്വീകരിച്ചു കൊണ്ടുപോകുന്നവനാണ് പ്രതിഗ്രാഹി. ആ പ്രതിഗ്രാഹിയാകട്ടെ നൃഗഃ മേ ദത്തവാനിതി മേ ഇതി ആഹ, മൃഗരാജാവ് മേ ദത്തവാൻ എനിക്ക് തന്നതാണ്, അതുകൊണ്ട് മമ ഇതി
ഇതെന്റേതാണ് എന്ന് അയാളും പറഞ്ഞു. അപ്പൊ ആദ്യത്തെ ബ്രാഹ്മണൻ വന്ന് ഇതെന്റെ പശുവാണെന്ന് മറ്റേയാൾ കൊണ്ടുപോകുമ്പോൾ തടഞ്ഞ് പറഞ്ഞപ്പോൾ ഈ കൊണ്ടുപോകുന്ന ബ്രാഹ്മണൻ പറയുന്നു, ഇതെനിക്ക് മൃഗരാജാവ് തന്നതാണ്, അതുകൊണ്ട് ഇത് എന്റേതാണ്, അങ്ങയുടേതല്ല, എനിക്ക് ദാനം കിട്ടിയതാണ്, ഇതിപ്പോ ഞാൻ രാജാവിൽ നിന്ന് മേടിച്ചിട്ട് വരികയാണ്. എന്നെ കള്ളൻ എന്ന് വിളിക്കുന്നു അങ്ങയുടെ പശു എനിക്കെന്തിനാവശ്യം, ഇത് രാജാവ് തന്ന പശുവാണ്. ഈ ലോകത്ത് ഒരേപോലെ എത്രയോ പശുക്കൾ ഉണ്ടാവില്ലേ, അങ്ങേക്ക് തെറ്റിദ്ധരിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്ന പ്രതിഗ്രാഹി യഥാർത്ഥ ഉടമസ്ഥനോട് എതിർത്തു. വിപ്രൗ വിവദമാനൗ മാം ഊചതുസ്വാർത്ഥ സാധകൗ ഭവാൻ ദാദാപഹർത്തേതി തത്ശ്രുത്വാ മേ അഭവദ്ഭ്രമഃ. വിപ്രൗ വിവദമാനൗ മാം ഊചതുസ്വാർത്ഥ സാധകൗ ഭവാൻ ദാദാപഹർത്തേതി തത്ശ്രുത്വാ മേ അഭവദ്ഭ്രമഃ. അപ്പോ ആ രണ്ട് വിപ്രന്മാർ തമ്മിൽ വിപ്രൗ വിവദമാനവും വിവാദം ചെയ്യുന്നവരായി തീർന്നു. പരസ്പരം തർക്കിച്ച് അവരവരുടെ ഭാഗത്തെ ന്യായീകരിക്കണം. മറ്റേ ആളെ കള്ളൻ കള്ളനും വേണമെങ്കിൽ കൂട്ടത്തിൽ വിളിക്കാം. പക്ഷെ അവരത്ര മോശക്കാര് ബ്രാഹ്മണരല്ല. എങ്കിലും തമ്മിൽ തർക്കമുണ്ടായിട്ടുണ്ട്. ഇത് എന്റെയാണ് 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 എന്ന് പറഞ്ഞ് രണ്ടുപേരും വിവദമാനവും വിവാദം ചെയ്യുന്നവരായിട്ട് സ്വാർത്ഥ സാധകവും അവരുടെ കാര്യം സാധിക്കണം. അവർക്ക് അവരവരുടേതായിട്ടുള്ള സ്വ അർത്ഥം അവരുടെ കാര്യം സാധിക്കാനായിക്കൊണ്ട് അവര് വന്ന് മാം ഊജതുഹു രണ്ടുപേരും വന്ന് എന്നോട് വന്ന് പറഞ്ഞു, ഞാനാണ് ഇപ്പോൾ ഉള്ളതിരിക്കെ സാക്ഷി അല്ലെ, ഇവരുടെ തർക്കം പരിഹരിക്കാനായിട്ടുള്ള ആള് ഞാനാണ്, ഞാൻ വേണം ഇതിന്റെ തെളിവ് പറയാനായിക്കൊണ്ട്. അപ്പൊ എന്റെ അടുത്ത് വന്ന് മധ്യസ്ഥത്തിനായിക്കൊണ്ട് വന്നു. മാം ഊജതുഹു എന്താ പറഞ്ഞത്? പക്ഷേ ആദ്യത്തെ ബ്രാഹ്മണൻ പറഞ്ഞത് ഭവാൻ ദാദാപഹർത്ത, അങ്ങ് ദാദാപഹർത്താണ്, അങ്ങ് ദാനം ചെയ്യുന്നവനും അപഹർത്താവുമാകുന്നു. ദാദാച്ച അപഹർത്താച്ച. ഇങ്ങനെ പറഞ്ഞു. തത്ശ്രുത്വാ മേ അഭവദ്ഭ്രമഃ. ഇത് കേട്ട് എനിക്ക് വല്ലാത്ത പരിഭ്രമമുണ്ടായി, ഭ്രമമുണ്ടായി. എന്താ അത്? ഞാൻ ഇത്രയും കാലം ആരുടെയും മുതലൊന്നും അപഹരിച്ചിട്ടില്ല, കൊടുക്കൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെയുള്ള എനിക്ക് ഇത്രയും മോശമായിട്ടുള്ളൊരു പേര് വന്നു ചേർന്നല്ലോ, അപഹർത്താവാണെന്ന്, ദത്താപഹാരം എന്നുള്ളതായിട്ടുള്ളൊരു ദോഷം എനിക്ക് വന്നു ചേർന്നുവല്ലോ. അപ്പൊ എന്താ സംഭവിച്ചത്? ഈ ആദ്യത്തെ ബ്രാഹ്മണൻ, പശുവിനെ നഷ്ടപ്പെട്ട ബ്രാഹ്മണൻ, ആ ബ്രാഹ്മണന് മുമ്പൊരിക്കൽ ഈ രാജാവ് കൊടുത്ത പശുവാണത്. അപ്പൊ അത് എപ്പോഴോ അഴിഞ്ഞപ്പോ, അതിന്റെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോ അതിന്റെ പൂർവ്വസ്ഥാനത്ത് വന്ന് നിന്നതാണ്. മറ്റു പശുക്കൾ അതിന്റെ കൂട്ടുകാരായിട്ടുള്ള പശുക്കളുടെ കൂട്ടത്തിൽ വന്നു നിന്നു. അത് സ്വാഭാവികമാണ്. ഏത് ജന്തുക്കളും അങ്ങനെ തന്നെയാണ്. അവയുടെ എന്താ പറയുക, തറവാട്ടിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളത് അല്ലേ. അപ്പോ ഈ ആദ്യത്തെ ബ്രാഹ്മണന് ദാനം കൊടുത്തത് അവിടുന്ന് അഴിഞ്ഞപ്പോ നേരെ രാജാവിന്റെ തൊഴുത്തിൽ വന്ന് ചേർന്നു. രാജാവ് അതിനെ ശ്രദ്ധിക്കാതെ മറ്റൊരു ബ്രാഹ്മണന് അതേ പശുവിനെ ദാനം ചെയ്തു. അപ്പോൾ ഒരു വസ്തുവിനെ രണ്ടാൾക്ക് ദാനം ചെയ്തു. അത് അപഹാരമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ തന്റെ അശ്രദ്ധ കൊണ്ടാണത് സംഭവിച്ചത്. ഒരാൾക്ക് കൊടുത്ത മുതൽ പിന്നെ നമ്മുടേതല്ല, അതിൽ നമുക്ക് യാതൊരു അവകാശവുമില്ല. പക്ഷെ നമ്മളൊക്കെ പലപ്പോഴും മമത കൊണ്ടു നടക്കാറുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ദാനം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പുറകെ നടന്ന് ചോദിക്കും അല്ലേ. ഒരാൾക്ക് നമ്മളൊരു മുണ്ട് ഉടുക്കാൻ കൊടുത്താൽ പോലും പുറകെ നടക്കും. എന്നിട്ട് അയാൾ വല്ല അഴുക്ക് പിടിച്ച സ്ഥലത്ത് ഇരിക്കണ്ടെങ്കിൽ നമ്മൾ വേറൊരു തോർത്ത് മുണ്ട് വിരിച്ചു കൊടുക്കും. ഇതിലിരിക്കൂ. അപ്പൊ കാണുന്നവരൊക്കെ വിചാരിക്കും എന്ത് പറ്റി ഇയാൾക്ക്. അപ്പൊ മറ്റേയാളെ അപമാനിക്കലാണ് വാസ്തവത്തിൽ. അവർക്ക് പിടികിട്ടും സംഭവം. ഈ മുണ്ട് അയാളുടെയാണ്, അതുകൊണ്ടാണ് അയാൾക്കാണ് മുണ്ടിനോട് വലിയ വിലയുള്ളത്. ഇയാൾക്കൊരു വിലയില്ലാതെ ഇയാൾ അഴുക്കുള്ള സ്ഥലങ്ങളിലൊക്കെ ഇരിക്കണം എന്ന് തിരിച്ചറിയും. അപ്പോൾ കടം മേടിച്ചു വന്നതാണെന്ന് കാണുന്നവർ മനസ്സിലാക്കുക. എവിടെ പോകുമ്പോഴും സൂക്ഷിച്ചിരിക്കൂ സൂക്ഷിച്ചിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും.
ഇതുപോലെയാണ് നമ്മൾ പല ദാനങ്ങളും ചെയ്യുന്നത്. നമ്മൾ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ അതിനെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കും. അത് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, ഇപ്പോഴും പ്രവർത്തനക്ഷമമാണോ, ഇപ്പോഴും അത് അവിടെ തന്നെ ഉണ്ടോ, ഉപയോഗിക്കുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ അന്വേഷിക്കും. ഏത് സാധനം വാങ്ങിച്ചു കൊടുത്താലും, ഒരു പേന വാങ്ങിച്ചു കൊടുത്താലും, ഒരു വാച്ച് വാങ്ങിച്ചു കൊടുത്താലും, ഒരു ക്ലോക്ക് വാങ്ങിച്ചു കൊടുത്താലും, ഒരു വസ്ത്രം കൊടുത്താലും, എന്ത് കൊടുത്താലും നമുക്കതിനെക്കുറിച്ച് ആകാംക്ഷയുണ്ട്. നമ്മൾ കൊടുത്തത് അവർ എപ്പോഴും നന്നായിട്ട് തന്നെ ഉപയോഗിക്കുന്നില്ലേ എന്നുള്ളത്. അതൊരു സൈക്കോളജിയാണ് അല്ലേ. നമ്മൾ അങ്ങോട്ട് മാനിച്ച് സമ്മാനമായിട്ട് കൊടുത്തതാണ്. അത് അവർ മാനിക്കണ്ടോ എന്ന് അറിയാനുള്ളൊരു ജിജ്ഞാസ നമ്മുടെ ഉള്ളിൽ വരികയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് വരുന്നത്? മമത പോയിട്ടില്ല എന്നർത്ഥം, ഞാൻ കൊടുത്തത് എന്നുള്ള ഭാവം. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതോടുകൂടി ഞാൻ കൊടുത്തത് എന്നുള്ള ഭാവം പോണം. പിന്നെ അത് നമ്മുടേതല്ല, നമുക്ക് ചോദിക്കാൻ അവകാശമില്ല. മനസ്സിൽ നിന്നേ അതിനെ എന്നേക്കുമായി എഴുതി തള്ളണം. ഇറ്റ്സ് നോട്ട് മൈൻ, ന മമ. ഭഗവാൻ തന്നു, ഈ കയ്യിലൂടെ തന്നു, ഈ കയ്യിലൂടെ കൊടുത്തു. അതിലെനിക്കെന്ത് കാര്യം? ഞാനാര്? അതെൻ്റെ എന്താ പറയുക പണി അല്ല. ഇനി അന്വേഷിക്കേണ്ടത് എൻ്റെ പണിയല്ല. കൊടുക്കുന്നത് വരേക്കേ എൻ്റെ പണിയുള്ളൂ. ഞാൻ കൊടുക്കുന്നത് അർഹതയുള്ള ആൾക്കാണോ എന്ന് മാത്രം ചിന്തിച്ച് കൊടുക്കുക. അർഹതയുള്ള ആളാണെങ്കിൽ, ദൈന്യം അനുഭവിക്കുന്ന ആളാണെങ്കിൽ, അയാൾ വളരെ ഗതികെട്ട് നമ്മളോട് വന്ന് കെഞ്ചി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുക തന്നെ. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കണം. ഇവിടെ എന്ത് പറ്റി? ഇവിടെ ഈ ബ്രാഹ്മണന് കൊടുത്ത പശു തിരിച്ചു വന്നപ്പോൾ അതിനെ തിരിച്ചറിയാനായില്ല. അതിനെന്തെങ്കിലും ഒരു അടയാളം വെക്കേണ്ടിയിരുന്നു. കൊടുത്തു കഴിഞ്ഞ പശുക്കൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള അടയാളം, അല്ലെങ്കിൽ ജോലിക്കാർക്ക് അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു വെക്കണമായിരുന്നു. ജോലിക്കാർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാത്തതും ഒരു അശ്രദ്ധയാണ്, യജമാനന്റെ അശ്രദ്ധയാണ്. ജോലിക്കാരൻ ചെയ്യുന്ന തെറ്റാണെങ്കിലും അത് യജമാനന്റെ തെറ്റാണ്. ഇതാണ് ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പൊ ജോലിക്കാർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻ കൊടുക്കാത്തതുകൊണ്ടാണ്. സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ എല്ലാവർക്കും എന്തൊക്കെ ചെയ്യണമെന്ന് എപ്പോഴും കൊടുത്തു വെക്കണം. അത് ചെയ്യാത്തത് കൊണ്ട് ജോലിക്കാരുടെ ഭാഗത്ത് തെറ്റുപറ്റിയാൽ യജമാനൻ അതിന് മാപ്പ് പറയണം, അതിന് പാപം അനുഭവിക്കണം. നമ്മുടെ എന്താ പറയുക, ഭഗവാന്റെ അച്ഛനെ, നന്ദഗോപരെ വരുണന്റെ ഭൃത്യന്മാർ അപഹരിച്ചു കൊണ്ടുപോയില്ലേ അസമയത്ത് കുളിക്കാൻ ചെന്നപ്പോൾ? അപ്പോൾ അവിടെ ഭഗവാൻ അന്വേഷിച്ച് ചെന്നപ്പോൾ ആ വരുണൻ ഭഗവാനോട് ക്ഷമാപണം ചെയ്യുന്നു. എൻ്റെ ഭൃത്യന്മാർ അങ്ങയുടെ അച്ഛനാണെന്നറിയാതെ അസമയത്ത് കുളിക്കുന്ന സമയത്ത്, രാക്ഷസ മുഹൂർത്തത്തിൽ കുളിക്കുന്ന സമയത്ത് കൊണ്ടുവന്നതാണ്, തെറ്റു പൊറുക്കണം. പല സന്ദർഭങ്ങളിലും പലരും ഇത് പറയുന്നത് കേൾക്കാം. രാമായണത്തിലൊക്കെ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ജോലിക്കാർ ചെയ്യുന്ന തെറ്റ് യജമാനൻ ചെയ്യുന്ന തെറ്റ് തന്നെയാണ്. അപ്പോൾ അതൊന്നും വേണ്ട, ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ്, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് കൊടുത്ത മുതലിനെ വീണ്ടും തിരിച്ച് അപഹരിച്ച ദോഷം, അതാണ് ദത്താപഹാരം. കൊടുത്തതിനെ അപഹരിക്കുക, ആ ഒരു വലിയ പാപം അത് അദ്ദേഹത്തിന് വന്നു ചേർന്നു. മറ്റൊന്ന് ബ്രാഹ്മണന്റെ മുതലാണ്. കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ മുതലാണ്. അതുകൊണ്ട് കഥ ആരംഭിച്ചപ്പോൾ തന്നെ എന്താ പറഞ്ഞത്? എങ്ങനെയാ പറഞ്ഞത്? കസ്യചിത് ദ്വിജമുഖ്യസ്യ എന്നാ പറഞ്ഞത്. ഞാൻ മുമ്പ് ദാനം കൊടുത്ത എന്ന് പറഞ്ഞില്ല അവിടെയൊന്നും. ഇവിടെ എവിടെയും അത് സൂചിപ്പിച്ചിട്ടില്ല. ഞാൻ മുമ്പ് ദാനം കൊടുത്തത് എന്ന് പറഞ്ഞിട്ടില്ല. കാരണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തൻ്റേതെന്ന് പറയാൻ പാടുള്ളതല്ല. അപ്പോൾ ഏതോ ഒരു ബ്രാഹ്മണന്റെ പശു എന്നേ പറഞ്ഞുള്ളൂ, നഷ്ടപ്പെട്ട പശു. അപ്പോൾ അയാളുടെ പശുവാണ്. അപ്പോൾ ബ്രാഹ്മണന്റെ പശുവിനെ താൻ ആരാ മറ്റൊരാൾക്ക് ദാനം ചെയ്യാൻ? താൻ അഭിമാനത്തോടെ പറഞ്ഞു ന്യായാർജിതം എന്നൊക്കെ. ഇവിടെ ന്യായാർജിതമാണോ? അന്യായമായിട്ട് വന്നു ചേർന്നതാണ്, അതും ഒരു ബ്രാഹ്മണന്റെ മുതൽ. അപ്പൊ ബ്രഹ്മസ്വാപഹാരം അധർമ്മമായിട്ട് സമ്പാദിച്ചത്, ദത്താപഹാരം. അപ്പൊ ഇങ്ങനെ സൂക്ഷ്മമായി ചിന്തിച്ചാൽ ഒരുപാട് ദോഷങ്ങൾ ഈ പ്രവൃത്തിയിൽ വന്നു ചേർന്നു. അതും ഞാൻ കൊടുക്കുന്നു എന്നുള്ള അഭിമാനത്തോടെ, സ്വാർത്ഥതയോടെയാണ് കൊടുത്തിട്ടുള്ളത്. തനിക്ക് അതുകൊണ്ട് പുണ്യം ലഭിക്കണം, സ്വർഗാദികളിൽ പോകണം എന്നുള്ള
ചിന്തയോട് കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം എന്തായാലും ഇത് സംഭവിച്ചു. വിപ്രൗ വിവദമാനവും മാമൂചതു സ്വാർത്ഥ സാധകവും. അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടി വന്ന ബ്രാഹ്മണർ എന്നോട് വന്ന് പറഞ്ഞു, ഭവാൻ ദാതാ അപഹർത്ത, അങ്ങ് തന്നെയാണ് കൊടുത്താളും അങ്ങ് അപഹരിച്ച ആളുമാകുന്നു. ഒരാളുടേതിനെ അപഹരിച്ചു, മറ്റൊരാൾക്ക് കൊടുത്തു. ഇത് കേട്ടിട്ട് തശ്രുത്വ മേ അഭവത് ഭ്രമഃ, ഇത് കേട്ട് എനിക്ക് വല്ലാത്ത ഭ്രമമായി പോയി. അനുനീതൗ ഉഭൗ വിപ്രൗ ധർമ്മകൃത്സ്രഗതേന വൈ ഗവാം ലക്ഷം പ്രകൃഷ്ടാനാം ദാസ്യാമി ഏഷാ പ്രദീയതാം. അനുനീതൗ ഉഭൗ വിപ്രൗ, ധർമ്മകൃത്സ്രഗതേന വൈ ഗവാം ലക്ഷം പ്രകൃഷ്ടാനാം ദാസ്യാമി ഏഷാ പ്രദീയതാം. അപ്പോ ഇദ്ദേഹം മുമ്പ് പറഞ്ഞിരുന്നു, ഞാൻ നല്ല യോഗ്യന്മാരായ പാത്രങ്ങൾക്കാണ് ദാനം ചെയ്തത്. വാസ്തവത്തിൽ ആ ഒരു പൊങ്ങച്ചവും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. യോഗ്യന്മാർക്കാണ് ദാനം ചെയ്തതെങ്കിൽ പശു നഷ്ടപ്പെട്ട ഒരാൾ മറ്റൊരാളുടെ പശുവിനെ ചൂണ്ടിയിട്ട് ഇത് എൻ്റെ പശുവാണെന്ന് പറയാൻ മെനക്കെടില്ല. തൻ്റെ പശു നഷ്ടപ്പെട്ടാൽ താൻ തെരഞ്ഞു നോക്കും. കിട്ടിയില്ലെങ്കിൽ എതിർച്ചാലാഭ സന്തുഷ്ടനായിട്ടുള്ള ബ്രാഹ്മണനായിട്ടിരിക്കും. അത് പോകാനാണ് യോഗം. കിട്ടി പോയി, ആരോ തന്നു, ആരോ കൊണ്ടുപോയി, ഞാനെന്തിനു വെറുതെ വറി ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഉത്തമ ബ്രാഹ്മണര്. അതുപോലെ കൊണ്ടുപോകുന്ന ആള് മറ്റൊരാൾ ഇത് തൻ്റേതാണെന്ന് പറയുമ്പോൾ അയാളോട് തർക്കിക്കാതെ എന്നാ കൊണ്ടുപോയിക്കോളൂ, രാജാവിന് അബദ്ധം പറ്റിയതായിരിക്കും പാവം. അപ്പൊ ദാതാവിനെ കുറിച്ചിട്ടുള്ള ക്ഷേമബുദ്ധി ഇവർക്കുണ്ടാവണം. ദാനം സ്വീകരിക്കുന്നവർ ദാതാവിനെ അനുഗ്രഹിക്കുന്ന ബുദ്ധി ഉണ്ടാവണം. അത് സ്വീകരിക്കുന്നവരുടെ പാത്രതയാണ്, യോഗ്യതയാണ്. നമ്മൾ ആരുടെ നിന്നെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പിന്നെ അയാളെ നശിച്ചു പോകട്ടെ എന്നുള്ള ഭാവം ഉണ്ടാവാൻ പാടില്ല. അയാൾ നന്നായിരിക്കണം എന്നുള്ള അനുഗ്രഹ ബുദ്ധിയാണ് ഉണ്ടാവേണ്ടത്. ആ ഭാവം നമുക്ക് എപ്പോഴും വളരണം. അതാണ് കൃതജ്ഞത എന്ന് പറയുന്ന ഭാവം. നമ്മൾ ആര് നമുക്ക് ഭക്ഷണം തന്നാലും ആ ഊണ് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് എല്ലാം കഴിച്ചു കഴിഞ്ഞ് അവസാനം ഉള്ളം കയ്യിലേക്ക് വെള്ളമൊഴിച്ചിട്ട് കുടിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത്, അന്നദാത സുഖീഭവ, എനിക്ക് അന്നം നൽകിയവരൊക്കെ സുഖമായിരിക്കട്ടെ. ആരൊക്കെയാണോ അതിൽ പങ്കുവഹിച്ചിട്ടുള്ളത്, അതിലേക്ക് മുതലിറക്കിയവരുണ്ട്, അതുണ്ടാക്കിയവരുണ്ട്, അത് വിളമ്പിത്തന്നവരുണ്ട്, ഒരുപാട് പേര് അതിൻ്റെ പുറകിലുണ്ട്. അത് സ്പോൺസർ ചെയ്തവരുണ്ടാവും. ചിലപ്പോൾ ആശ്രമങ്ങളിലൊക്കെ ആകുമ്പോൾ അങ്ങനെയുണ്ട് അല്ലേ. അന്നദാനം ഇന്ന ദിവസം എൻ്റെ അന്നദാനമാണ് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും അവരുടെ പിറന്നാളോ ഏതെങ്കിലും വിശേഷ ദിവസമോ എന്തെങ്കിലും ആണെന്ന് പറഞ്ഞിട്ട് അന്നദാനത്തിന് തന്നിട്ടുണ്ടാവും. അപ്പോൾ അന്നത്തെ ആ പ്രാർത്ഥനയിൽ അവരെയും കൂടി ചേർക്കണം. ഇന്നത്തെ അന്നദാനം ഇന്ന ആളുടെയാണ്, അവരുടെ കുടുംബത്തിന് അദ്ദേഹത്തിന് ദീർഘായുസ് ഉണ്ടാവണം, ആരോഗ്യം ഉണ്ടാവണം എന്നൊക്കെയുള്ള ഭാവത്തോടെ അന്നദാത സുഖീ ഭവ എന്ന് പറഞ്ഞ് ആ വെള്ളം കുടിച്ചിട്ട് വേണം അവിടുന്ന് എഴുന്നേൽക്കാനായിട്ട്. ഇതാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശീലിക്കേണ്ട കാര്യം. അപ്പം ഇത് നമ്മുടെ സ്വഭാവമായിട്ട് മാറും. ഭക്ഷണം നമ്മൾ അവശ്യം ദിവസം 3 നേരമെങ്കിലും കഴിക്കണ്ടല്ലോ. ഇത് കഴിക്കുമ്പോഴൊക്കെ ഇത് ശീലമാക്കിയാൽ ഏത് കാര്യത്തിലും ഇത് നമ്മുടെ ഒരു ഭാവം ആയിട്ട് മാറും, സ്വഭാവമായിട്ട് മാറും. ആര് എന്ത് നമുക്ക് വേണ്ടി സഹായം ചെയ്താലും ആ കൃതജ്ഞത നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കും. ഇത് അഭ്യസിക്കേണ്ടതാണ്, കുട്ടികൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും എല്ലാം വിളമ്പാൻ അനുവദിച്ച് ക്ഷമയോടുകൂടി എല്ലാം വിളമ്പിയതിന് ശേഷം നമ്മുടെ ഉള്ളിൽ ഭഗവാൻ ഇരിക്കുന്നു, ആ ഭഗവാന് നിവേദിക്കുകയാണെന്നുള്ള ഭാവനയോടെ ആരംഭിക്കണം. ഉള്ളിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട്. അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. ഭഗവത്ഗീതയിൽ പറഞ്ഞത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ആ 15-ാം അധ്യായം ഗീത ചൊല്ലുന്നത്. 15-ാം അധ്യായം ഗീതയിൽ ഈ ഒരൊറ്റ ശ്ലോകം തന്നെ വേണ്ടു.
ഈ ഒരു ശ്ലോകമേ ഇതുമായിട്ട് ബന്ധപ്പെട്ടതുള്ളൂ. അപ്പൊ അത് മാത്രം ചൊല്ലിയാലും മതി. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാനസമായുക്തഃ പചാമ്യന്നം ചതുർവിധം എന്ന് ഭഗവാന്റെ വാക്കുകൾ ഓർത്തുകൊണ്ട് ഓം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഃ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിനാ എന്ന് ഒരു ഹോമം ചെയ്യുന്ന, യാഗം ചെയ്യുന്ന ഭാവനയോടെ എല്ലാം ബ്രഹ്മം എന്നുള്ള ഭാവന, സമ്യക് ദർശനം ഉറപ്പിക്കാൻ വേണ്ടി ഈ അന്നം കഴിക്കുമ്പോഴും ഓർമ്മിക്കുക. അത് വളരെ നിറവോടുകൂടി കഴിക്കുക, കൃതജ്ഞതാപൂർവം കഴിക്കുക. കഴിച്ച ശേഷം ആരൊക്കെ ഇത് തരാനായിക്കൊണ്ട് എന്തെല്ലാം സഹായം ചെയ്തോ, ദൃഷ്ടവും അദൃഷ്ടവുമായിട്ട് ഒരുപാട് പേരുണ്ട് അല്ലേ? നമ്മുടെ മുമ്പിൽ ചിലരുണ്ട്, പിന്നിലും പലരും ഉണ്ട്, നമ്മൾ അറിയില്ല. ആന്ധ്രയിലും തമിഴ്നാട്ടിലുമൊക്കെ പണിയെടുക്കുന്ന തൊഴിലാളികൾ വരെ അല്ലേ, നെല്ലും ഗോതമ്പും പച്ചക്കറികളും ധാന്യങ്ങളും എല്ലാം ഉണ്ടാക്കാനായിട്ട് പ്രയത്നം ചെയ്യുന്ന തൊഴിലാളികളെ വരെ നമ്മൾക്ക് സ്മരിക്കണം. അവരോടൊക്കെ ഉള്ള കൃതജ്ഞതയോടെ അന്നദാത സുഖീഭവ എന്ന് പറഞ്ഞു വേണം. അപ്പൊ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ട്. അപ്പൊ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ദാനം തന്നാൽ അവർ നശിച്ചു പോകട്ടെ എന്നുള്ള ചിന്തയല്ല ഉണ്ടാവേണ്ടത്. പിന്നെന്താണ്? അവർ നന്നായിരിക്കട്ടെ. അത് വാക്കാലെ അവർക്ക് അനുഗ്രഹമായിട്ടും പറയാം, മനസ്സുകൊണ്ടും പ്രാർത്ഥിക്കാം. അപ്പോൾ ആ ഒരു ഭാവന ഇല്ലാത്തവരാണ് ഈ രണ്ട് ബ്രാഹ്മണര്. അതുകൊണ്ട് തന്നെ അവർ ഉത്തമ പാത്രമൊന്നുമല്ല. ഇദ്ദേഹം മുമ്പേ പൊങ്ങച്ചൻ പറഞ്ഞല്ലോ, ഞാൻ ദാനം ചെയ്തത് യോഗ്യന്മാരായിട്ടുള്ള ബ്രാഹ്മണർക്കാണ് എന്നൊക്കെ. അപ്പൊ എല്ലാ ദോഷങ്ങളും ഉണ്ട് അവിടെ. ദ്രവ്യത്തിൽ ദോഷമുണ്ട്, ഇദ്ദേഹത്തിന്റെ ശ്രദ്ധ കുറഞ്ഞുപോയി, സ്വീകരിക്കുന്ന പാത്രങ്ങൾ അത്ര യോഗ്യമൊന്നുമല്ല. ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ വിപ്രൗ വിവദമാനവും മാമൂചതൗ സ്വാർത്ഥസാധകവും ഭവാൻ ദാദാപഹർത്ത ഇതി. അപ്പോൾ അവിടെ സ്വാർത്ഥസാധകവും എന്നുള്ളതിൽ ആ ഒരു ഉദ്ദേശമുണ്ട്. സ്വാർത്ഥം മാത്രം സാധിക്കുന്നവർ, അവരവരുടെ കാര്യം കാണണം, അതിനാൽ ബാധിക്കപ്പെടുന്ന ദാതാവിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്തായാലും അത് അവർക്ക് കിട്ടേണ്ടത് അവർക്ക് കിട്ടിക്കോളും. അവരുടെ കഥയല്ല ഇപ്പോൾ പറയുന്നത് മൃഗന്റെ കഥയാണ്. അവർക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് നമ്മൾ ശങ്കിക്കേണ്ട. അവർക്ക് കിട്ടേണ്ടടുത്ത് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടത് കിട്ടിക്കോളും. ഡോണ്ട് വറി. തുടർന്ന് അനുനീതൗ ഉഭൗ വിപ്രൗ ധർമ്മകൃത്സ്രഗതേന വൈ ഗവാം ലക്ഷം പ്രകൃഷ്ടാനാം ദാസ്യാമ്യേഷാ പ്രദീയതാം. അനുനീതൗ ഉഭൗ വിപ്രൗ ധർമ്മകൃത്സ്രഗതേന വൈ ഗവാം ലക്ഷം പ്രകൃഷ്ടാനാം ദാസ്യാമ്യേഷാ പ്രദീയതാം. ഇവിടെ ഞാൻ ധർമ്മസങ്കടത്തിൽ പെട്ടവനായി. ധർമ്മകൃത്സ്രഗതേന മയാ. ധർമ്മകൃത്സ്രം എന്ന് പറഞ്ഞാൽ ധർമ്മക്ലേശം, സങ്കടം, അതിൽ ഗതമായവൻ, പ്രവേശിച്ചവനായിട്ടുള്ള മയാ എന്നാൽ പ്രകൃഷ്ടാനാം ഗവാം ലക്ഷം ദാസ്യാമി ഏഷാ പ്രദീയതാം ഇതി ഉഭൗ വിപ്രൗ അനുനീതൗ. ഞാൻ രണ്ടുപേരോടും അനുനയിച്ചു. എന്താ പറഞ്ഞത്? പ്രകൃഷ്ടാനാം ഗവാം ലക്ഷം ദാസ്യാമി. പ്രകൃഷ്ടകളായ പശുക്കളുടെ എന്ന് വെച്ചാൽ ശ്രേഷ്ഠകളായ, ഇതിനേക്കാൾ ഉത്തമ പശുക്കളുടെ 1,00,000 ഞാൻ തരാം എന്ന് പറഞ്ഞാൽ അനേകം പശുക്കളെ തരാം. ദാസ്യാമി ഏഷാ പ്രദീയതാം. ഈ പശുവിനെ അങ്ങോട്ട് കൊടുക്കൂ. ആരാണ്? ഒരാൾ വിട്ടുകൊടുക്കൂ എന്ന അർത്ഥത്തില്. മറ്റേ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കൂ, പകരം വിട്ടുകൊടുക്കുന്ന ആൾക്ക് ഞാൻ 1,00,000 പശുക്കളെ തരാം. പക്ഷേ എന്ന് ഞാൻ ഉഭൗ വിപ്രവു അനുനീതവും, രണ്ടുപേരെയും അനുനയിപ്പിച്ചു നോക്കി, രണ്ടുപേരെയും സമാധാനിപ്പിച്ചു നോക്കി. ആരെങ്കിലും ഒരാൾ വിട്ടുകൊടുക്കൂ എന്ന് അവരോട് ഞാൻ വീണ്ടും പറഞ്ഞു. ഭവന്തൗ അനുഗൃഹീതാം കിങ്കരസ്യ അവിജാനതഃ സമുദ്രതമാം കൃച്ഛ്രാത് പതന്തം നിരയേ അശുചൗ. ഭവന്തൗ അനുഗൃഹീതാം
കിങ്കരസ്യാവിജാനതഃ സമുദ്ദരതമാം കൃത്സ്രാത് പതന്തം നിരയെ അശുചൗ. വീണ്ടും പറയണം രണ്ടുപേരോടും, അവിജാനതഃ കിങ്കരസ്യ ഭവന്തൗ അനുഗൃഹീതാം. അവിജാനതഃ മമ, അറിവില്ലാതെ അബദ്ധം പറ്റിയവനായ എന്റെ നേരെ, കിങ്കരസ്യ, നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള കിങ്കരഭാവത്തിൽ നിൽക്കുന്നവനായ എന്നെ, ഭവന്തൗ അനുഗൃഹീതാം, നിങ്ങൾ രണ്ടുപേരോ ഒന്ന് അനുഗ്രഹിക്കൂ, രണ്ടുപേരോ എന്നോട് ക്ഷമിക്കൂ, എന്നെ ഇങ്ങനെ ശ്വാസം മുട്ടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കെഞ്ചി. അശുചൗ നിരയേ പതന്തം മാം കൃത്സ്രാത് സമുദ്ദരത. വീണ്ടും പ്രാർത്ഥിച്ചു. അശുചൗ നിരയേ പതന്തം മാം, അശുചിയായ, ശുദ്ധിയില്ലാത്ത വൃത്തികെട്ടതായിട്ടുള്ള നരകത്തിൽ പതിക്കുന്നവനായ എന്നെ. അപ്പൊ ഞാൻ ഈ പാപം കൊണ്ട് നരകത്തിൽ പതിക്കും എന്ന് നല്ല ഉറപ്പുണ്ട് അവിടെ. കൃത്സ്രാത് സമുദ്ദരത, നിങ്ങൾ എന്നെ കൃത്സ്രത്തിൽ നിന്ന്, ക്ലേശത്തിൽ നിന്ന്, സങ്കടത്തിൽ നിന്ന് മോചിപ്പിച്ചാലും എന്നെ നരകത്തിലേക്ക് അയക്കരുതേ. നിങ്ങൾ രണ്ടുപേരും എന്നെ അനുഗ്രഹിച്ചാലും, നിങ്ങൾ ആരെങ്കിലും ഒരാൾ വിട്ടുകൊടുത്ത് ഞാൻ തരുന്ന അനേക പശുക്കളെ സ്വീകരിച്ച് സന്തോഷിച്ചാലും എന്നൊക്കെ പറഞ്ഞ് അപേക്ഷിച്ചു നോക്കി, അനുനയിപ്പിച്ചു നോക്കി. എന്നാൽ അവരെന്ത് ചെയ്തു? നാഹം പ്രതീക്ഷേ വൈരാജൻ ഇത്യുക്ത്വാ സ്വാമി അപാക്രമത് നാന്യദ്ഗവാമപി അയുതം ഇച്ഛാമീതി അപരോയയൗ. നാഹം പ്രതീക്ഷേ വൈരാജൻ ഇത്യുക്ത്വാ സ്വാമി അപാക്രമത് നാന്യദ്ഗവാമപി അയുതം ഇച്ഛാമീതി അപരോയയൗ. ഇവർ രണ്ടുപേരും നല്ല ശാഠ്യക്കാരായിരുന്നു, മർക്കടമുഷ്ടികളായിരുന്നു. രാജാവിന്റെ ക്ഷേമത്തെക്കുറിച്ച് അവർ ചിന്തിച്ചില്ല. അപ്പോൾ യോഗ്യരല്ല എന്ന് താല്പര്യം. അപ്പോൾ ഒരാൾ പറയുന്നു, ആദ്യത്തെ വരി ഒരാളുടെയും രണ്ടാമത്തെ വരി മറ്റൊരാളുടെയും. ഹേ രാജൻ, അഹം ന പ്രതീക്ഷേ ഇതി ഉക്ത്വാ സ്വാമി അപാക്രമത്. അല്ലയോ രാജാവേ, ഞാൻ അങ്ങേക്ക് തിരിച്ചു തരില്ല, അഥവാ കൊടുക്കില്ല, മറ്റേ ആൾക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കാണോ ദാനം ചെയ്തത്, ആരാണോ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്, അയാള് ആ പശുവും കൊണ്ടുപോയി. അങ്ങനെയാവാം. പ്രതീക്ഷേ എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു നൽകുക എന്നർത്ഥമാണ്. അപ്പൊ ഞാൻ തിരിച്ചു തരില്ല, ദിസ് ബിലോങ്സ് ടു മീ, ഇത് ഞാൻ കൊണ്ടുപോവണം, ഇത് വിട്ടുതരുന്ന പ്രശ്നമില്ല എന്ന് അയാൾ അഭിമാനത്തോടെ കൊണ്ടുപോയി. അതാണ് അഹം ന പ്രതീക്ഷേ ഇതി ഉക്ത്വാ സ്വാമി അപാക്രമത്. അതിന്റെ ആരാണോ അതിനെ പിടിച്ചിരുന്ന സ്വാമി, ഉടമസ്ഥനായിട്ടുള്ള ആള് അപാക്രമത്ത്, അപക്രമിച്ചു, പുറത്തേക്ക് പോയി, നടന്നുപോയി. മറ്റൊരാള് ഗവാം അന്യത് അയുധമപി നയിച്ചാമീതി അപരഹയയോ. ഗവാം അന്യത് അയുധമപി, പശുക്കളുടെ ഇനി വേറെ 10,000 തന്നാലും നയിച്ചാമി, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അപരഹയയോ, മറ്റേ ആളും പോയി. എന്ന് വെച്ചാൽ വാശിയായിരുന്നു, അതേ പശുവിനെ തന്നെ കിട്ടണമെന്ന്. അത് കിട്ടിയില്ല, അതുകൊണ്ട് എനിക്കിനി വേറെ എത്ര പശുക്കളെ തന്നാലും വേണ്ട. അതിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു പശുവിനെ കൊണ്ടേ ഇപ്പൊ ഇത്രയും കൊല്ലാപ്പ്, ഇനിയും അല്ലേ അനേക പശുക്കളെ അങ്ങ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ പുറകെ എന്തൊക്കെ പ്രശ്നങ്ങൾ വരും എന്ന ഭാവവും ഉണ്ടാവാം. എന്തായാലും രണ്ടുപേരും വാശിക്കാരായിട്ട്, ഒരാൾ പശുവിനെ കൊണ്ടുപോയി, ഒരാൾ ദേഷ്യപ്പെട്ടും പോയി, വേണ്ട എന്ന് പറഞ്ഞിട്ട്. ഏതസ്മിന്നന്തരേ യാമ്യൈർദൂതൈർനീതോ യമക്ഷയം യമേന പൃഷ്ടഃ തത്രാഹം ദേവദേവ ച കൽപ്പതേ. ഏതസ്മിന്നന്തരേ യാമ്യൈഃ ദൂതൈർനീതോ യമക്ഷയം യമേന പൃഷ്ടഃ തത്രാഹം ദേവദേവ ച കൽപ്പതേ. ഭഗവാനെ, ഹേ ദേവദേവ, ദേവന്മാർക്കും ദേവനായിരിക്കുന്ന, ജഗത്തിന്റെ പതിയായിരിക്കുന്ന ഹേ കൃഷ്ണ. ഈ മൃഗരാജാവ് ഭഗവാനെ സംബോധന ചെയ്യണം. എന്നിട്ട് എന്ത് പറഞ്ഞു? ഏതസ്മിന്നന്തരേ, ഇതിനിടയ്ക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ, എന്റെ സമയമായപ്പോൾ, എന്റെ പ്രാരബ്ധം കഴിഞ്ഞപ്പോൾ, ഞാൻ മരണം ആസന്നമായതായിട്ടുള്ള സമയത്ത് എന്നർത്ഥം. ഏതസ്മിന്നന്തരേ യാമ്യൈഃ ദൂതൈഃ യമക്ഷയം നീതഃ.
യാമ്യൈഹി ദൂതൈഹി യമനെ സംബന്ധിച്ചവരായ ദൂതന്മാരാൽ, യമദൂതന്മാരാൽ അഹം യമക്ഷയം നീതഃ ഞാൻ യമലോകത്തേക്ക് നയിക്കപ്പെട്ടു. യമന്റെ ഭവനമാണ് യമക്ഷയം. അപ്പോൾ ആ ഭാഗത്തേക്ക് ഞാൻ നയിക്കപ്പെട്ടു. തത്ര അഹം യമേന പൃഷ്ടഃ അവിടെ വച്ച് ഞാൻ യമനാൽ ചോദിക്കപ്പെട്ടു. അപ്പൊ യമൻ എന്നോട് ചോദിച്ചു എന്ന് താല്പര്യം. യമൻ എന്താ എന്നോട് ചോദിച്ചത്? പൂർവം ത്വം അശുഭം പുങ്ക്ഷേ ഉത ആഹോ നൃപതേ ശുഭം നാന്തം ദാനസ്യ ധർമ്മസ്യ പശ്യേ ലോകസ്യ ഭാസ്വതഃ. പൂർവം ത്വമശുഭം പുങ്ക്ഷേ ഉതാഹോ നൃപതേ ശുഭം നാന്തം ദാനസ്യ ധർമ്മസ്യ പശ്യേ ലോകസ്യ ഭാസ്വതഃ. യമൻ എന്നോട്, ഹേ നൃപതേ, അല്ലയോ രാജാവേ, ത്വം പൂർവം അശുഭം പുങ്ക്ഷേ അങ്ങ് ആദ്യം അങ്ങ് ചെയ്ത അശുഭത്തിന്റെ ഫലം ഭുജിക്കുന്നുവോ, പാപഫലമായിട്ടുള്ള ദുഃഖം ഭുജിക്കുന്നുവോ, നരകം ഭുജിക്കുന്നുവോ, അനുഭവിക്കുന്നുവോ? ഉത ആഹോ അതല്ല എങ്കിൽ ഓപ്ഷൻ കൊടുക്കുകയാണ്. ഏതാണ് ആദ്യം ഭുജിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കാൻ. ഉത ആഹോ അതല്ലെങ്കിൽ ശുഭം അന്ന് ശുഭത്തിന്റെ ഫലം അനുഭവിക്കുന്നുവോ, ശുഭലോകങ്ങളെ അനുഭവിക്കുന്നുവോ? ശുഭലോകങ്ങളെ കുറിച്ച് പറയുമ്പോൾ ദാനസ്യ ധർമ്മസ്യ ഭാസ്വതഃ ലോകസ്യ അന്തം ന പശ്യേ അങ്ങ് ചെയ്തതായിട്ടുള്ള ദാനസ്യ ധർമ്മസ്യ ദാനത്തിന്റെയും ധർമ്മത്തിന്റെയും ഭാസ്വതഃ ലോകസ്യ പ്രകാശമാനമായ ലോകത്തിന്റെ അങ്ങ് അനുഭവിക്കാൻ പോകുന്ന സ്വർഗ അനുഭവങ്ങളുടെ അന്തം ന പശ്യേ അറ്റം കാണാനില്ല, അവധി കാണാനില്ല. അങ്ങ് അത്രയും പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ അറ്റം കാണാനില്ല. പക്ഷേ ഒരു പാപം, ചെറിയൊരു പാപം അങ്ങ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇയാൾക്ക് ആത്മവിശ്വാസം നല്ലോണം ഉണ്ട്. എന്താ, താൻ വലിയ പാപമൊന്നും ചെയ്തിട്ടില്ല, ധാരാളം പുണ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പാപം അശുഭം വല്ലതുണ്ടെങ്കിൽ വേഗം അനുഭവിച്ചു തീർത്താൽ പിന്നെ എറ്റേണലായിട്ട് പുണ്യത്തിന്റെ ഫലമായി സ്വർഗത്തിൽ സുഖമായിട്ട് കഴിയാം, അല്ലെ? അൺഇന്ററപ്റ്റഡ് ആയിട്ട്. ഇടയ്ക്ക് വന്നിട്ട് ആരും തന്നെ വിളിച്ചോണ്ട് ഇതാ കുറച്ച് നരകത്തിൽ പോകാനുണ്ട് എന്ന് പറഞ്ഞ് കൂട്ടിയിട്ടൊന്നും പോയില്ല. അപ്പൊ ആ ഒരു ചിന്ത അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായി. ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ല, പുണ്യമേ ചെയ്തിട്ടുള്ളൂ. ഇനി എന്തെങ്കിലും അറിവില്ലായ്മ കൊണ്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആദ്യം അനുഭവിക്കാം എന്ന് വിചാരിച്ച് ഞാൻ മറുപടി കൊടുത്തു. പൂർവം ദേവ അശുഭം ഭുഞ്ചേ ഇതി പ്രാഹ പദേതി സഹ താവത് അദ്രാക്ഷമാത്മാനം കൃകലാസം പതൻ പ്രഭോ. പൂർവം ദേവ അശുഭം ഭുഞ്ചേ ഇതി പ്രാഹ പദേതി സഹ താവദ്രാക്ഷമാത്മാനം കൃകലാസം പതൻ പ്രഭോ. അപ്പോ ഞാൻ വലിയ ആത്മവിശ്വാസത്തോടെ യമദേവനോട് പറഞ്ഞു, ഹേ ദേവ, യമദേവ, അഹം പൂർവം അശുഭം ഭുഞ്ചേ ആദ്യം ഞാൻ ആ അശുഭ ഫലങ്ങളെ ഭുജിക്കാം, അനുഭവിക്കാം. അതങ്ങോട്ട് തീർന്നു കഴിഞ്ഞാൽ പണി കഴിഞ്ഞല്ലോ, പിന്നെ തലവേദനയൊന്നും ഇല്ലല്ലോ, പിന്നെ സുഖമായിട്ട് എനിക്ക് അനന്തമായിട്ടുള്ള സുഖം ഭുജിക്കാമല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. അതാണ് പൂർവം ദേവ അശുഭം ഭുഞ്ചേ ഇതി പ്രാഹ എന്ന് ഞാൻ പറഞ്ഞു. ഇതി അഹം പ്രാഹ. ആ സമയത്ത് അപ്പൊ പ്രാഹ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു എന്നാണ്. ഇതി പതേതി സഹ പ്രാഹ. പതേതി, എന്നാ കിടന്നോ, പത പതിച്ചാലും ഇതി എന്നിങ്ങനെ സഹ യമദേവനും പറഞ്ഞു. ഓ ശരി, കിടന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോ താവത് ആ സമയത്ത് അദ്രാക്ഷമാത്മാനം കൃകലാസം പതൻ പ്രഭോ. അല്ലയോ പ്രഭോ, ഭഗവാനെ, അപ്പോഴാണ് ഞാൻ ആത്മാനം പതന് കൃകലാസം അദ്രാക്ഷം, ഞാൻ സ്വയം പതിച്ച് നരകത്തിൽ പതിച്ച് ഞാൻ എന്നെ തന്നെ കണ്ടു. അദ്രാക്ഷം എന്ന് പറഞ്ഞാൽ അഹം അദ്രാക്ഷം, ഞാൻ എന്നെ കണ്ടു. എന്തായിട്ട്? കൃകലാസം, ഈ ഓന്തായിട്ട് കണ്ടു. അപ്പൊ അദ്ദേഹം പതേതി എന്ന് പറഞ്ഞേ ഉള്ളൂ, ഞാൻ പതിച്ചു, പതിച്ചിട്ട് ഞാൻ ഓന്തായി ഭവിച്ചു. അങ്ങനെ ഞാൻ എന്നെ കണ്ടു. പെട്ടെന്ന് തീരുന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ ഒരുപാട് കാലം ഓന്തായിട്ട് കിടക്കേണ്ടി വന്നു. അത്രയും
ഗുരുതരമാണ് ഓരോ പാപങ്ങളും എന്ന്. അപ്പോൾ എന്താ പറയുക, നമ്മളൊക്കെ ചെയ്തു കൂട്ടുന്നതായിട്ടുള്ള പാപങ്ങൾക്ക് കയ്യും കണക്കുണ്ടോ? അല്ലേ? എത്ര കാലം എവിടെയൊക്കെ കിടക്കേണ്ടി വരും, ഏതൊക്കെ യോനികളിൽ കിടക്കേണ്ടി വരും, എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചാൽ നമ്മൾ എത്ര ജാഗ്രതയുള്ളവരാകും. പലപ്പോഴും നമ്മുടെ ഒരു ചെറിയ പിഴവായിരിക്കും ജീവിതം മുഴുവൻ നരകിക്കേണ്ടി വരിക, ഇല്ലേ? അത് നമുക്കിവിടെ തന്നെ നമുക്ക് അനുഭവമാണ്. ഒരു ചെറിയ പിഴവ് മതി നമ്മുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞ് ദുരിതങ്ങളുടെ നടുവിലേക്ക് വീഴുന്നത്. എത്ര കരകയറാൻ ശ്രമിച്ചാലും കരകയറാൻ പറ്റാത്ത കയങ്ങളിലേക്ക് നമ്മൾ പതിച്ചു പോകും. എത്ര ജാഗ്രത വേണം ജീവിതത്തിൽ. ആ ഒരു ജാഗ്രത, അത് സത്വഗുണം, അത് വളർത്താനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത് എല്ലാവരും. പക്ഷേ ഇന്നിപ്പോൾ ഏറ്റവും എളുപ്പം എല്ലാവർക്കും തമോ ഗുണം വളർത്തേണ്ട ആവശ്യമില്ല, അത് തന്നെ വളരുന്ന കളകളാണ്. ഒരു നല്ല സസ്യത്തെ വെച്ച് പിടിപ്പിക്കാൻ നല്ല പണിയുണ്ട്. അപൂർവ സസ്യങ്ങളൊക്കെ അല്ലേ വളരെ കഷ്ടപ്പെട്ട് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്ത് വെള്ളവും വിളവും സുരക്ഷയും കൊടുത്തോണ്ടേയിരിക്കണം. കണ്ണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയാൽ വല്ലവനും അടിച്ചുകൊണ്ട് പോകും, വല്ല പശുവോ ആടോ കടിച്ചുകൊണ്ട് പോകും. അപ്പോൾ നല്ലോണം ജാഗ്രത വേണം. നേരെ മറിച്ച് കളകൾ ഉണ്ടാവാൻ ഒരു പ്രയത്നവും ഇല്ല. നമ്മളൊന്നും ചെയ്യാതിരുന്നാൽ മതി, കാട് പോലെ തന്നെത്താൻ വളരും. ഇതാണ് നമ്മുടെ ഉള്ളിലെ പാപവാസനകൾ വളർന്നു വരുന്നത്. ഒട്ടും ജാഗ്രതയില്ലായ്മയാണ് ഇതെല്ലാം നമ്മൾ ചെയ്തു കൂട്ടുന്നത്. അപ്പോൾ ആ ഒരു ജാഗ്രത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കഥ കൂടിയാണത്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ അല്പപാപത്തിന് വേണ്ടി അന്ന് നരകത്തിൽ വീണതാണ്. ഈ പാപയോനിയിൽ ഈ കൃകലാസമായി പതിച്ചതാണ്. ബ്രഹ്മണ്യസ്യ വദാന്യസ്യ തവ ദാസസ്യ കേശവ സ്മൃതിർനാദ്യാപി വിദ്വസ്ത ഭവൽ സന്ദർശനാർത്തിനഃ. ബ്രഹ്മണ്യസ്യ വദാന്യസ്യ തവ ദാസസ്യ കേശവ സ്മൃതിർനാദ്യാപി വിദ്വസ്ത ഭവൽ സന്ദർശനാർത്തിനഃ. ഹേ കേശവ, ഭഗവാനെ, ബ്രഹ്മണ്യസ്യ വദാന്യസ്യ ഭവൽ സന്ദർശനാർത്തിനഃ തവ ദാസസ്യ മേ സ്മൃതി അദ്യാപി ന വിദ്വസ്ത. എന്തോ ഭാഗ്യം കൊണ്ട് എനിക്കിപ്പോഴും ആ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങാരാണ്? ബ്രഹ്മണ്യദേവനാണ്. ബ്രഹ്മണ്യസ്യ വദാന്യസ്യ, ഏറ്റവും വലിയ ദാനശീലൻ അങ്ങാണ്. ദാനികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ അങ്ങാണ്. അപ്പൊ ദാനികളിൽ ശ്രേഷ്ഠനും ബ്രാഹ്മണരിൽ അത്യന്ത പ്രിയവും ഭക്തിയുമുള്ളവനായിട്ടുള്ള അങ്ങയുടെ ഭവൽ സന്ദർശനാർത്ഥിനഃ, അങ്ങയുടെ സന്ദർശനത്തെ ദർശിക്കുന്നവനായിട്ടുള്ള തവ, അങ്ങയുടെ ദാസസ്യ മേ സ്മൃതി, എൻ്റെ സ്മൃതി അദ്യാപീന വിദ്വസ്ത, എനിക്കിപ്പോഴും നശിച്ചു പോയിട്ടില്ല എന്നുള്ളത്. ഇനി ബ്രഹ്മണ്യസ്യ വദാന്യസ്യ എന്നുള്ളത് മമ എന്നുള്ളതിനും എടുക്കാം. മേ, ഞാനും ബ്രാഹ്മണരിൽ ബഹുമാനമുള്ളവനാണ്, ദാനശീലനാണ്. അങ്ങനെയുള്ള അങ്ങയെ കാണാൻ കൊതിക്കുന്നവനായിരിക്കുന്ന അങ്ങയുടെ ദാസനുമായ മേ, അല്ലേ, തവദാസസ്യ മേ സ്മൃതി. അപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് എനിക്കിപ്പോഴും ആ സ്മൃതി നിലനിൽക്കുന്നു. എന്തുകൊണ്ട്? ഞാൻ ബ്രഹ്മണ്യനായതുകൊണ്ട്, ഞാൻ വദാന്യനായതുകൊണ്ട്, ഞാൻ അങ്ങയുടെ സന്ദർശനം കാത്തിരിക്കുന്നവനാണ്, അർത്ഥിക്കുന്നവനാണ്, അങ്ങയുടെ ദാസനാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള എൻ്റെ സ്മൃതി അദ്യാപി ന വിദ്വസ്ത, ഇപ്പോഴും നശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ കഥ പറയാൻ ഇപ്പോൾ സാധിച്ചത്. പൂർവജന്മ സ്മരണ എനിക്കിപ്പോഴും നിലനിൽക്കുന്നത് ഞാൻ ചെയ്ത പുണ്യം കൊണ്ടാണ്, ബ്രഹ്മണ്യനും വദാന്യനുമായതുകൊണ്ടാണ്. സത്വം കഥം മമ വിഭോക്ഷിപതഃ പരാത്മാ യോഗേശ്വരൈ ശ്രുതിദൃശാമലഹൃദ്വിഭാവ്യഃ സാക്ഷാദോക്ഷജ ഉരുവ്യസനാന്തബുദ്ധേഃ സ്യാന്മേനുദൃശ്യ ഇഹ യസ്യ ഭവാപവർഗഃ. സത്വം കഥം മമ വിഭോക്ഷിപതഃ പരാത്മാ യോഗേശ്വരൈ ശ്രുതിദൃശാമലഹൃദ്വിഭാവ്യഃ
സാക്ഷാദോക്ഷജ ഉരുവ്യസനാന്തബുദ്ധേഃ സ്യാന്മേനുദൃശ്യ ഇഹ യസ്യ ഭവാപവർഗഃ. ഹേ വിഭോ, എല്ലാറ്റിനും ശക്തനായിരിക്കുന്നവനെ, സമർത്ഥനായിരിക്കുന്നവനെ, ഭഗവാനെ, യോഗേശ്വരൈഹി ശ്രുതിദൃശ അമലഹൃദ്വിഭാവ്യഃ പരാത്മാ അദോക്ഷജഃ സഹ ത്വം. അങ്ങ് എങ്ങനെയുള്ളവനാണ് എന്ന് പറയണം. അങ്ങനെയുള്ള അങ്ങ് എനിക്കിപ്പോതാ കണ്ണിന് കാണാൻ കഴിഞ്ഞിരിക്കുന്നു, എൻ്റെ സുഹൃതം, ഭാഗ്യം എന്ന് പറയണം. അപ്പോ ഭഗവാൻ എങ്ങനെയുള്ളവനാണ്? യോഗേശ്വരൈഹി, വലിയ വലിയ യോഗേശ്വരന്മാർക്ക് പോലും ശ്രുതി ദൃശ, ശ്രുതിയാകുന്ന ദൃഷ്ടി കൊണ്ട് എന്ന് വെച്ചാൽ വേദമാകുന്ന ദൃഷ്ടി കൊണ്ട്. അവിടെ ശ്രുതി ശബ്ദത്തിന് വേദം എന്നർത്ഥം. ഇപ്പൊ വേദമാകുന്ന ദർശനം കൊണ്ട്, കണ്ണുകൊണ്ട്, അമലഹൃദ്വിഭാവ്യഃ, നിർമ്മലന്മാരായ ആളുകൾക്ക് ഹൃദയത്തിൽ ഭാവന ചെയ്യാൻ കഴിയുന്നവനാണ് എന്ന് വെച്ചാൽ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയാത്തവനാണ്. വേദമന്ത്രങ്ങളെ മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്യുമ്പോൾ ശുദ്ധഹൃദയന്മാരായിട്ടുള്ളവർക്ക് ഉള്ളിൽ പ്രകാശിക്കുന്നവനാണ് അങ്ങ് ന പ്രത്യക്ഷഃ. അങ്ങനെയുള്ള അമലഹൃദ്വിഭാവ്യഃ പരാത്മാ അദോക്ഷജഃ സഹത്വം. പരമാത്മാവും എല്ലാവരുടെയും ഉള്ളിൽ അന്തര്യാമിയായിരിക്കുന്നവനും ആർക്കും ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ കഴിയാത്തവനും. അദോക്ഷജഃ, അക്ഷജന്യമായ ജ്ഞാനത്തെ ചെറുതാക്കുന്നവൻ, അക്ഷജന്യമായ ജ്ഞാനം കൊണ്ട് കാണാൻ കഴിയാത്തവൻ. ഇന്ദ്രിയങ്ങൾ ഏതൊരു ഭഗവാനെ കാണാൻ പ്രമാണമല്ലാതിരിക്കുന്നുവോ, വേദവാക്കുകൾ മാത്രം ഏതൊരുവനെ കാണിച്ചു തരുന്ന പ്രമാണങ്ങളായിരിക്കുന്നുവോ, അങ്ങനെയുള്ള അദോക്ഷജനായ അങ്ങ് സഹത്വം, അങ്ങ് ഉരുവ്യസന അന്ധബുദ്ധേഃ മമ സാക്ഷാദക്ഷിപദഃ കഥം. ചോദിക്കണം, കഥം സാക്ഷാദക്ഷിപദഃ, ഇപ്പതാ പ്രത്യക്ഷമായി എൻ്റെ അക്ഷിയുടെ മാർഗത്തിൽ, പദത്തിൽ വന്നിരിക്കുന്നു. എൻ്റെ കണ്ണിൻ്റെ വഴിയിൽ, കണ്ണിൻ്റെ മാർഗത്തിൽ വന്നു നിൽക്കുന്നുവല്ലോ. എങ്ങനെയുള്ള എനിക്ക്? ഉരുവ്യസന അന്ധബുദ്ധേഃ, മഹത്തായ വ്യസനം കൊണ്ട് അന്ധബുദ്ധിയായിരിക്കുന്ന, അജ്ഞാനിയും പാപിയുമൊക്കെ ആയിരിക്കുന്ന, അന്ധബുദ്ധിയായിരിക്കുന്ന മമ, എനിക്ക് സാക്ഷാത് പ്രത്യക്ഷമായി അക്ഷിപതഃ, കണ്ണിന്റെ മുമ്പിൽ നേത്രഗോചരനായി ഭവിച്ചത് കഥം. അപ്പൊ എനിക്ക് എന്ത് യോഗ്യതയാണ് അങ്ങയെ കാണാനുള്ളത്? എത്രയോ യോഗേശ്വരന്മാർ അങ്ങയെ ഹൃദയത്തിൽ ധ്യാനിക്കുമ്പോൾ അങ്ങ് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഞാൻ എന്ത് ഭാഗ്യം ചെയ്തു? കഥം. തീർച്ചയായിട്ടും എൻ്റെ പുണ്യത്തെക്കാൾ അങ്ങയുടെ കാരുണ്യം തന്നെയായിരിക്കും അതിന് കാരണം. ഇഹ യസ്യ ഭവാപവർഗഃ തസ്യ അനുദൃശ്യഃ മേ കഥം. അപ്പോ ഇഹ, ഈ ലോകത്തില് യസ്യ ഭവ അപവർഗഃ, ഈ ജന്മത്തിൽ ആർക്കാണോ ഭവത്തിന്റെ അപവർഗം സംഭവിക്കുന്നത് എന്ന് വെച്ചാലോ സംസാരത്തിന്റെ നാശം സംഭവിക്കുന്നത്, ഈ ജന്മത്തിൽ ഇനി അവന് സംസാരത്തിലേക്ക് പോകണ്ട എന്നുള്ള പരിപൂർണമായ സംസാരനാശം ആർക്ക് സംഭവിക്കുന്നുവോ, ഇഹ യസ്യ ഭവാപവർഗഃ തസ്യ അനുദൃശ്യഃ, ആര്? ഭവാൻ, അങ്ങ്. അങ്ങനെയുള്ളവർക്ക് മാത്രം കാണാൻ യോഗ്യനാണ് അങ്ങ്. സംസാരം നശിച്ച് മോക്ഷം പ്രാപിക്കാൻ യോഗ്യനായിരിക്കുന്ന ഒരു മഹാത്മാവിന് മാത്രം കാണാൻ യോഗ്യനാണ് അങ്ങ്, അനുദൃശ്യനാണ് അങ്ങ്. അങ്ങനെയുള്ള അങ്ങ് മേ കഥം. വീണ്ടും ചോദിക്കണം, എങ്ങനെ എനിക്ക് സാധിച്ചു? അപ്പോ എല്ലാ യോഗ്യതകളും തികഞ്ഞ് മോക്ഷത്തിന് അധികാരികളായിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ അങ്ങയെ ദർശിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള അങ്ങയെ എൻ്റെ കണ്ണിന് മുമ്പിൽ എങ്ങനെ ഞാൻ കാണാൻ കഴിഞ്ഞു? എനിക്കെന്ത് യോഗ്യതയാണുള്ളത്? അതോ അങ്ങയുടെ കാരുണ്യമോ? എന്താണിതിന് കാരണം എന്ന് ചോദിക്കുകയാണ്. എൻ്റെ ഭാഗ്യം, എൻ്റെ സുഹൃതം എന്നെടുത്ത് പറയുകയാണ്. ഇത്രയും പശുക്കളെ കൊടുത്തതിൻ്റെയൊക്കെ ഫലം തന്നെയാണ് തീർച്ചയായിട്ടും. ഇത്രയും ദാനം ചെയ്തതിൻ്റെയൊക്കെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഭഗവാനെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചു.
ഇനി മാത്രമല്ല, ഭഗവാന്റെ മക്കൾക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കാൻ, കാണിച്ചു കൊടുക്കാൻ, ലോകത്തിന് എല്ലാ കാലത്തേക്കും ചില മാതൃകകൾ കാണിച്ചു കൊടുക്കാൻ എല്ലാം കൂടിയിട്ടാണ് ഭഗവാൻ ഇവന്റെ മുമ്പിൽ പ്രത്യക്ഷനായിരിക്കുന്നത്. ദേവദേവ ജഗന്നാഥ ഗോവിന്ദ പുരുഷോത്തമ നാരായണ ഋഷികേശ പുണ്യശ്ലോകാച്യുതാവ്യയ അനുജാനീഹി മാം കൃഷ്ണ യാന്തം ദേവഗതിം പ്രഭോ യത്ര ക്വാപി സതശ്ചേതോ ഭൂയാന്മേ ത്വൽപദാസ്പദം നമസ്തേ സർവഭാവായ ബ്രഹ്മണേ അനന്തശക്തയേ കൃഷ്ണായ വാസുദേവായ യോഗാനാം പദയേ നമഃ. ദേവദേവ ജഗന്നാഥ ഗോവിന്ദ പുരുഷോത്തമ നാരായണ ഋഷികേശ പുണ്യശ്ലോക അച്യുത അവ്യയ അനുജാനീഹി മാം കൃഷ്ണ യാന്തം ദേവഗതിം പ്രഭോ യത്ര ക്വാപി സതശ്ചേതോ ഭൂയാന്മേ ത്വൽപദാസ്പദം ഭവേ ഭവേ മേസ്തു ഭവത്പ്രസാദാത്. അല്ലേ, അങ്ങയുടെ പാദസ്മരണ എനിക്ക് എവിടെയാണെങ്കിലും ഭവിക്കട്ടെ എന്നാ പ്രാർത്ഥിക്കുന്നത്. ഭഗവാന്റെ നാമങ്ങൾ പലതും എടുത്ത് ഭഗവാനെ സ്തുതിക്കുന്നു. ദേവദേവ, ദേവന്മാർക്കും ദേവനായിരിക്കുന്നവനെ, ജഗന്നാഥ, ജഗത്തിന് നാഥനായിരിക്കുന്നവനെ, ഗോവിന്ദ, പുരുഷോത്തമ, നാരായണ, ഋഷികേശ, പുണ്യശ്ലോക, അച്യുത, അവ്യയ, കൃഷ്ണ, പ്രഭോ. ഇതൊക്കെ ഭഗവാനെ സംബോധന ചെയ്ത പദങ്ങൾ. എന്നിട്ട് ഭഗവാനോട് പറയുന്നു, ദേവഗതിം യാന്തം മാം അനുജാനീഹി. ദേവഗതിം യാന്തം, ദേവമാർഗത്തെ യാനം ചെയ്യുന്ന, ദേവലോകത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നതായിട്ടുള്ള മാം, എന്നെ അനുജാനീഹി, അനുജ്ഞ നൽകിയാലും, എനിക്ക് പോകാനായിട്ട് അനുവാദം നൽകിയാലും ഞാൻ ദേവലോകത്തിലേക്ക് പൊക്കോട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് പ്രാർത്ഥിക്കുന്നു, എത്ര ക്വാപി സതഹ, എത്ര ക്വാപി സതഹ, എവിടെ ഞാൻ ഭവിച്ചാലും. സതഹ മമ എന്നർത്ഥം, സന്ന് എന്നുള്ളതിന്റെ ഷഷ്ടി സതഹ, അപ്പോൾ ഭവിച്ചിരിക്കുന്ന മമ, എനിക്ക്, ഞാൻ എവിടെ ഇരുന്നാലും എന്ത് വേണം? ചേതഃ ഭൂയാത് മേ ത്വൽപദാസ്പദം. മേ ചേതഃ ത്വൽപദാസ്പദം ഭൂയാത്, എന്റെ ചേതസ് അങ്ങയുടെ പാദത്തെ ആശ്രയിക്കുന്നതായി, ആസ്പദമാക്കിയിരിക്കുന്നതായി ഭവിക്കട്ടെ. എന്റെ മനസ്സ് അങ്ങയുടെ പാദങ്ങളിൽ ഒട്ടിയിരിക്കട്ടെ, അങ്ങയുടെ പാദസ്മരണയോടുകൂടി ഇരിക്കട്ടെ. ഞാൻ എവിടെ ഇരുന്നാലും അങ്ങയെ മറക്കാതിരിക്കട്ടെ. സത്യങ്ങളെ എപ്പോഴും സ്മരിക്കാൻ ഇടയാവട്ടെ, ഏത് ജന്മത്തിൽ എവിടെ പോയാലും അർത്ഥം. ദിവിവാ ഭുവിവാ മമാസ്തു വാസഃ നരകേ വാ നരകാന്തക പ്രകാമം തേ മരണേഭി ചിന്തയാനി ജന്മജന്മാന്തരേഭി ത്വത്പാദാംബോരുഹ യുഗഗദാ നിശ്ചലാ ഭക്തിരസ്തു. അങ്ങനെ അനേക പ്രാർത്ഥനകളിൽ പറഞ്ഞതുപോലെ എന്റെ മനസ്സ്, മേ മനഃ മേ ചേതഃ ത്വൽപദാസ്പദം ഭൂയാത്, അങ്ങയുടെ പാദത്തെ ആശ്രയിക്കുന്നതായി ഭവിക്കട്ടെ, വേറൊന്നിനെയും ആശ്രയിക്കാതിരിക്കട്ടെ. ഞാൻ എവിടെ ഇരുന്നാലും എത്ര ക്വാപി സതഃ മേ. നമസ്തേ സർവഭാവായ ബ്രഹ്മണേ അനന്തശക്തയേ കൃഷ്ണായ വാസുദേവായ യോഗാനാം പതയേ നമഃ. ഭഗവാനെ വീണ്ടും നമസ്കരിക്കുകയാണ്. സർവഭാവായ നമഃ, സർവത്തിൻ്റെയും ഭാവമായിരിക്കുന്നവന് നമസ്കാരം. ലോകത്തിന്റെ മുഴുവൻ എക്സിസ്റ്റൻസിന് കാരണഭൂതനായവന് നമസ്കാരം. എല്ലാം ഭവിച്ചിരിക്കുന്നത് ആരാൽ? ആരിൽ നിന്നാണ് എല്ലാറ്റിൻ്റെയും ഭവം? ജന്മാദ്യസ്യ യതഃ, അല്ലേ? യതഃ പ്രവൃത്തിർഭൂതാനാം ഏന സർവമിദം തദം. യാതൊന്നിനാലാണോ എല്ലാം സസ്റ്റെയിൻ ചെയ്യപ്പെടുന്നത് അവനാണ് സർവഭാവൻ, എല്ലാറ്റിനെയും ഭവിപ്പിക്കുന്നവൻ, എല്ലാറ്റിനെയും പോഷിപ്പിക്കുന്നവനും.
സർവഭാവായ തേ നമഃ, ബ്രഹ്മണേ നമഃ, ബ്രഹ്മസ്വരൂപനായ അനന്തനായ അങ്ങയ്ക്ക് നമസ്കാരം. അനന്തശക്തയേ തേ നമഃ, അനന്തമായ ശക്തിയോടുകൂടി അങ്ങയ്ക്ക് നമസ്കാരം. കൃഷ്ണായ തേ നമഃ, കൃഷ്ണനായ അങ്ങയ്ക്ക് നമസ്കാരം. വാസുദേവായ നമഃ, വാസുദേവനായ എല്ലാറ്റിലും വസിക്കുന്നവനും എല്ലാം അങ്ങയിൽ വസിക്കുന്നതുകൊണ്ടും വാസുദേവൻ അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം. യോഗാനാം പതയേ നമഃ, എല്ലാ യോഗങ്ങളുടെയും എല്ലാ സാധനാമാർഗങ്ങളുടെയും അനുഗ്രഹം ചെയ്യുന്നവനായ അങ്ങയ്ക്ക് നമസ്കാരം. ഏത് പുണ്യകർമ്മങ്ങൾ ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി ചെയ്താലും എല്ലാം യോഗങ്ങളാണ്. ആ യോഗങ്ങളുടെ എല്ലാം പതി അഥവാ അതിൻ്റെയൊക്കെ ഫലം നൽകുന്നവൻ അങ്ങാകുന്നു. ഇപ്പതാ ഞാൻ ദാനം മുതലായ യോഗങ്ങൾ ചെയ്തതിൻ്റെ ഫലമായി അനേക ഇഷ്ടാപൂർത്തങ്ങളൊക്കെ ചെയ്ത ഫലമായിതാ അതിൻ്റെ ഫലം അങ്ങയുടെ ദർശനം കിട്ടി, അങ്ങയുടെ അനുഗ്രഹത്തിന് പാത്രീഭവിച്ചു. ഇനിയിപ്പോൾ ഇതിന്മേൽ എന്താ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ നമസ്കരിച്ചു. നമഃ നമഃ ഇത്യുക്ത്വാ തം പരിക്രമ്യ പാദൗ സ്പൃഷ്ട്വാ സ്വമൗലിനാ അനുജ്ഞാതോ വിമാനാഗ്ര്യം ആരുഹത് പശ്യതാം നൃണാം. ഇത്യുക്ത്വാ തം പരിക്രമ്യ പാദൗ സ്പൃഷ്ട്വാ സ്വമൗലിനാ അനുജ്ഞാതോ വിമാനാഗ്ര്യം ആരുഹത് പശ്യതാം നൃണാം. ഇതി ഉക്ത്വാ, ഇങ്ങനെ പറഞ്ഞിട്ട്, തം പരിക്രമ്യ, ഭഗവാനെ പ്രദക്ഷിണം ചെയ്തിട്ട് പരിക്രമണം ചെയ്തിട്ട്, സ്വമൗലിന പാദൗ സ്പൃഷ്ട്വാ, തന്റെ ശിരസ്സുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളെ സ്പർശിച്ചിട്ട് നന്നായി നമസ്കരിച്ചിട്ട്, ശിരസ് മുട്ടിച്ച് നമസ്കരിച്ചിട്ട്, അനുജ്ഞാതഃ, ഭഗവാനിൽ നിന്ന് പോകാനുള്ള അനുജ്ഞ ലഭിച്ചവനായിട്ട്, അനുമതി കിട്ടിയവനായിട്ട്, നൃണാം പശ്യതാം, എല്ലാവരും ചുറ്റുമുള്ള ഭഗവാന്റെ പുത്രന്മാരും മറ്റുമൊക്കെ കണ്ടു നിൽക്കേ, യാദവന്മാർ നോക്കി നിൽക്കേ. വിമാനാഗ്ര്യം ആരുഹത്, വളരെ ശ്രേഷ്ഠമായ വിമാനം, വിമാനങ്ങളിൽ അഗ്ര്യം. അഗ്ര്യം എന്ന് പറഞ്ഞാൽ വെരി സ്പെഷ്യൽ, നമ്പർ 1. ഇപ്പോൾ വളരെ വിശിഷ്ടമായ ആ വിമാനത്തിൽ ആരോഹണം ചെയ്ത് അദ്ദേഹം ദേവലോകത്തിലേക്ക് പോയി എന്ന് താല്പര്യം. ഇത്യുക്ത്വാ തം പരിക്രമ്യ പാദൗ സ്പൃഷ്ട്വാ സ്വമൗലിനാ അനുജ്ഞാതോ വിമാനാഗ്ര്യം ആരുഹത് പശ്യതാം നൃണാം. കൃഷ്ണഃ പരിജനം പ്രാഹ ഭഗവാൻ ദേവകീസുതഃ ബ്രഹ്മണ്യദേവോ ധർമാത്മാ രാജന്യാൻ അനുശിക്ഷയൻ. കൃഷ്ണഃ പരിജനം പ്രാഹ ഭഗവാൻ ദേവകീസുതഃ ബ്രഹ്മണ്യദേവോ ധർമാത്മാ രാജന്യാൻ അനുശിക്ഷയൻ. കൃഷ്ണഃ പരിജനം, ഭഗവാൻ ദേവകീസുതഃ പരിജനം പ്രാഹ, ഭഗവാൻ ദേവകീപുത്രനായ കൃഷ്ണൻ പരിജനം, തന്റെ ചുറ്റും നിൽക്കുന്നവരായ ജനങ്ങളോട്, യാദവ പ്രമുഖരെ എല്ലാവരെയും അഡ്രസ് ചെയ്തുകൊണ്ട് ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു. എങ്ങനെയുള്ള ഭഗവാൻ? ബ്രഹ്മണ്യദേവ, ആ ബ്രാഹ്മണരെ ബഹുമാനിക്കുന്ന ബ്രാഹ്മണ ഭക്തനും ദേവനുമായിരിക്കുന്ന ഭഗവാൻ ധർമാത്മാ, ധർമ്മമൂർത്തിയാണ്. അപ്പൊ ധർമ്മത്തെ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ലീലയാണിത്. ധർമ്മരക്ഷാർത്ഥമാണ് ഭഗവാന്റെ അവതാരം. അപ്പോൾ ആ ധർമ്മരക്ഷയ്ക്ക് വേണ്ടി സ്വരൂപമെടുത്തവൻ ധർമാത്മാ. അദ്ദേഹം എന്തിനാണ് പരിജനങ്ങളോട് പറഞ്ഞത്? രാജന്യാൻ അനുശിക്ഷയന്, രാജന്മാരെ, രാജാക്കന്മാരെ, ക്ഷത്രിയന്മാരെ അനുശിക്ഷയന്, അവർക്ക് അനുശാസനം നൽകാനായിക്കൊണ്ട്, ഭാവിയിൽ വരാനിരിക്കുന്ന എല്ലാവർക്കും ഉപദേശം നൽകാനായിക്കൊണ്ട് ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു. ഇനി ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗം, 3-ാം ഭാഗം, ഭഗവാന്റെ ഗംഭീര ഉപദേശങ്ങളാണ്. നമുക്ക് വൈകുന്നേരം പറ്റും തോന്നില്ല, നാളെ നോക്കാം. വൈകുന്നേരം ഒരു മീറ്റിംഗ് ഉണ്ട്, 4:30 തൊട്ടാണ്, പുറത്താണ്. എപ്പോഴാണ് കഴിയുകയെന്നറിയില്ല. അപ്പോൾ നാളെ കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ
ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം. നാളെ കാണാം. ഹരി ഓം.